നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹവന്ദനം. ഇന്ന് പ്രഭാതത്തിൽ ദൈവ വചന പഠനത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് നമ്മളോടൊപ്പമായിരിക്കുന്നത് പാസ്റ്റർ പുന്നൂസ് തൊടുപുഴയാണ്. ബൈബിളിലെ കുടുംബങ്ങൾ എന്നുള്ള വിഷയമായിട്ടാണ് നമ്മൾ ഇന്ന് ബൈബിൾ ക്ലാസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ച അതിന്റെ മുഖവരയായിരുന്നു. എന്നാൽ ഇന്ന് ബൈബിളിലെ കുടുംബങ്ങളിലെ ആദ്യ കുടുംബം ആദാമിന്റെ കുടുംബം. അപ്പം ഇന്ന് നമുക്ക് അത് ശ്രവിക്കാം. പാസ്റ്റർ പുന്നൂസ് വളരെ ദീർഘവർഷങ്ങളായി കർത്താവിന്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന ഒരു ദൈവദാസനാണ്. പാസ്റ്ററെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററെ ഗോസ്പൽ TV UP എന്ന ഈ ചാനലിന് വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ബൈബിൾ ക്ലാസ് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചന പഠനത്തിലേക്ക് നമുക്ക് കടക്കാം. പാസ്റ്റർ ക്ഷണിക്കുന്നു. താങ്ക് യു. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടെ ഗോസ്പൽ TV UPയുമായി ഒരുമിച്ച് കുടുംബങ്ങളെ കുറിച്ച് പഠിക്കാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യം കൂടെ തന്നല്ലോ. കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമ്മൾ ഒരുമിച്ച് കർത്താവിന്റെ കൂടെ ഇരിക്കുന്നത് കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പഠിക്കുന്നത് കുടുംബങ്ങളെ കുറിച്ചാണ്. കർത്താവിന്റെ ആഗ്രഹം നമ്മുടെ എല്ലാം കുടുംബം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി നടക്കണം, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചല്ലോ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒന്ന് ഇങ്ങനെയായിരുന്നു. നമ്മുടെ കുടുംബങ്ങൾ ഒരു ബൈബിൾ പ്രകാരം ഒരു നല്ല കുടുംബം, അത് ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവത്തെ ബഹുമാനിക്കുന്ന കുടുംബമാണ് ഒരു നല്ല ദൈവവചനം അനുസരിച്ച് ഒരു നല്ല കുടുംബം എന്ന് നമ്മൾ കേട്ടു. സ്നേഹത്തിൽ ഒന്നിച്ച് നിൽക്കുന്ന കുടുംബമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. 3, പരസ്പരം ബഹുമാനിക്കുന്ന കുടുംബമാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. 4, ക്ഷമയും കരുണയും പുലർത്തുന്ന കുടുംബമായിരിക്കണം എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. 5, ആത്മീകമായി വളരുന്ന കുടുംബമായിരിക്കണം. അതാണ് ബൈബിൾ ആഗ്രഹിക്കുന്ന, കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു നല്ല കുടുംബം എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കാൻ ഇടയായി തീർന്നല്ലോ. തുടർന്ന് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ബൈബിളിലെ ഒന്നാമത്തെ കുടുംബം, ബൈബിളിലെ ആദ്യത്തെ കുടുംബത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാം ഒന്നാമത്തെ കുടുംബം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആദാമിന്റെ കുടുംബമാണ്. ആദാം ഹൗവ ദമ്പതികളുടെ കുടുംബമാണ് ഒന്നാമത്തെ കുടുംബം എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും വളരെ സുനിശ്ചിതമായിട്ടുള്ള കാര്യമാണല്ലോ. ആ കുടുംബത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആരംഭമായി പറയട്ടെ പ്രിയമുള്ളവരെ, സമൂഹത്തിന്റെ പ്രഥമ യൂണിറ്റ് എന്ന് പറയുന്നത് വ്യക്തിയല്ല, ഒരു കുടുംബമാണ്. ആ ബൈബിളിൽ പറയുന്ന അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ പ്രഥമ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ പ്രഥമ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്, വ്യക്തിയല്ല. കാര്യം ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നത് ഒരു കുടുംബത്തിനകത്താണ് കാണുന്നത്, കുടുംബത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്, ഒരു കുടുംബത്തിലാണ് ആ വ്യക്തിയെ കാണുന്നത്. അതുകൊണ്ട് സമൂഹത്തിന്റെ പ്രഥമ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു കുടുംബം, ആ ഭാര്യയും ഭർത്താവും അടങ്ങുന്ന ഒരു കുടുംബത്തെയാണ് സമൂഹത്തിന്റെ പ്രഥമ യൂണിറ്റ് എന്ന് പറയാനിടയായിത്തീരുന്നത്. വിശുദ്ധ വേദപുസ്തകം കുടുംബത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. കർത്താവിന്റെ ആഗ്രഹം നമ്മുടെ എല്ലാം കുടുംബം ഏറ്റവും അനുഗ്രഹിക്കപ്പെടണം, ഏറ്റവും സന്തോഷമായിട്ട് ജീവിക്കണം, അനുഗ്രഹിക്കപ്പെട്ടതല്ലേ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുടുംബമാണ് ആഗ്രഹിക്കുന്നു ദൈവം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇടയായിത്തീരുന്നത്. ഈ ആദാം ഹൗവ ദമ്പതികളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒരു നല്ല സാധ്യതയുണ്ടായിരുന്നു. ആ സാധ്യത എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഏത് കുടുംബത്തിന്റെയും പ്രശ്നം ആരംഭിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്നല്ല, പകരം അമ്മായിയമ്മ മരുമകൾ പ്രശ്നത്തിലാണ് ആദ്യത്തെ എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അത് പിന്നെ വളർന്ന് ചിലപ്പോൾ ഭാര്യ ഭർത്താവിലേക്കാകാം, മറ്റു മക്കളിലേക്കാകാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പം ഒന്നാമത്തെ ഈ കുടുംബത്തിന്റെ പ്രത്യേകത, അവിടെ ആ കുടുംബത്തിൽ അമ്മായിയമ്മ ഉണ്ടായിരുന്നില്ല. ഒന്നുകൂടെ പറഞ്ഞാല് ഹൗവായിക്ക് അമ്മായിയമ്മ ഇല്ലാത്ത കുടുംബമായിരുന്നു ഹൗവായുടെ കുടുംബം. ഹൗവായിക്കും ഇല്ല, ആദാമിനും ഇല്ല, അവർക്ക് രണ്ടുപേർക്കും അമ്മായിയമ്മ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു സത്യം നമ്മൾ അറിയാം. അപ്പോൾ തന്നെ ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ അവിടെ കുറവുണ്ടായിരുന്നു. അങ്ങനെ ഒരു കുടുംബമായിരുന്നു ഈ ആദാമിന്റെ കുടുംബം. 2, ഈ കുടുംബം ഏറ്റവും അനുഗ്രഹിക്കപ്പെടാമായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് മനുഷ്യരാരും ആലോചിച്ച് കണ്ടുപിടിച്ച ഒരു വിവാഹമായിരുന്നില്ല. നമുക്കറിയാം നമ്മുടെയൊക്കെ വിവാഹം ബഹുഭൂരിപക്ഷവും നടക്കുന്നത് ആരെങ്കിലും ഒക്കെ ആലോചിച്ചു,
അല്ലെങ്കിൽ മാതാപിതാക്കൾ തമ്മിൽ ആലോചിച്ചു, അല്ലെങ്കിൽ ബ്രോക്കർമാർ ആലോചിച്ചു. അങ്ങനെ ആരെങ്കിലും ഒക്കെ ആലോചിച്ച് അവര് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സെറ്റപ്പ് ആക്കിയൊക്കെ ആണ് വിവാഹത്തിലേക്ക് നടത്തുന്നത്. അങ്ങനെയാണ് വിവാഹം നടക്കുന്നത്. എന്നാൽ ഈ കുടുംബത്തിന്റെ വിവാഹം ആലോചിച്ചത് സർവശക്തനായ കർത്താവാണ്. ദൈവം തമ്പുരാൻ തന്നെ നേരിട്ട് ആലോചിച്ച ഒരു കല്യാണമായിരുന്നു. ഈ കല്യാണ ആലോചനയുടെ ഇടയ്ക്കുള്ള ആള് എന്ന് പറയുന്നത് മനുഷ്യൻ ആരുമല്ല, അത് ദൈവമായിരുന്നു. അപ്പൊ ദൈവിക പദ്ധതിയും ദൈവിക ആലോചനയുമായിരുന്നു ഈ ആദാമിന്റെ വിവാഹം, ആദാമിന്റെ എന്നുള്ളത് കൊണ്ട് തന്നെ ആ കുടുംബം വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. രണ്ട്, ഈ വിവാഹം ആശീർവദിച്ചത് അത് ഒരു മനുഷ്യനല്ല, ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു അച്ഛനോ ഒരു പുരോഹിതനോ ഒരു പാസ്റ്ററോ ആശീർവദിച്ച വിവാഹമല്ല ഈ ആദാമിന്റെ വിവാഹം സർവശക്തനായ ദൈവം തന്നെ നേരിട്ട് ഇറങ്ങി വന്ന് നേരിട്ട് ആശീർവദിച്ച് അവരെ വിവാഹം കഴിപ്പിച്ചതാണ്. അവരെ ആശീർവദിച്ച് അനുഗ്രഹിച്ച കർത്താവ് ആശീർവദിച്ച് അനുഗ്രഹിച്ച കുടുംബമാണ് ഈ ആദാമിന്റെ കുടുംബം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിത്തീരും. അപ്പൊ അങ്ങനെയൊക്കെ തന്നെ നോക്കുമ്പോൾ എല്ലാ നിലയിലും ഈ കുടുംബം ഒത്തിരി അനുഗ്രഹിക്കപ്പെടാൻ സാധ്യതയുള്ള, ഒത്തിരി സന്തോഷത്തോടെ ജീവിക്കേണ്ട കുടുംബമാണ് ഈ ആദാമിന്റെ കുടുംബം എന്നാണ് നമുക്ക് മനസ്സിലാക്കാനിടയായിത്തീരുന്നത്. അപ്പോ ദൈവം തന്നെ നേരിട്ട് ആലോചിച്ച്, ദൈവം തന്നെ നേരിട്ട് ഇടപെട്ട്, ദൈവം തന്നെ നേരിട്ട് വിവാഹം നടത്തി കൊടുത്ത ഒരേ ഒരു കുടുംബം ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളൂ. ആ കുടുംബം ഈ ആദാം ഹൗവ ദമ്പതികളുടെ കുടുംബം. അതുകൊണ്ട് തന്നെ ആ കുടുംബം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കും. ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെയൊക്കെ വിവാഹം നടക്കുമ്പോൾ, അല്ലെ നമ്മുടെ മക്കളെ വിവാഹം നടത്താൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, നമ്മൾ ഉടനെ ആദ്യം തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് ആരെ കൊണ്ട് കല്യാണം നടത്തണം. സമൂഹത്തിൽ, സഭയിൽ, അല്ലെങ്കിൽ എല്ലാം അറിയപ്പെടുന്ന ഒരു പ്രമുഖനായ ഒരു ദൈവദാസൻ, അത് പാസ്റ്റർ ആയിക്കോട്ടെ, അത് അച്ഛനായിക്കോട്ടെ, അങ്ങനെ ഏത് ആയിക്കോട്ടെ. അപ്പോ അത് നാട്ടിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഒരാളെ കൊണ്ട് നടത്തണമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെ ആ വിധത്തിൽ നോക്കുമ്പോൾ ഈ ആദാമിന്റെ കുടുംബം ഏറ്റവും ഇനി അതിനു മുകളിൽ ഒരാളെ കിട്ടാനില്ല. അങ്ങനെ ദൈവം തമ്പുരാൻ തന്നെ നടത്തിയ വിവാഹമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിത്തീരും. പ്രിയമുള്ളവരെ, ഈ വിവാഹം ആദാം ഹവ്വ ദമ്പതികളുടെ വിവാഹത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 18-ാമത്തെ തിരുവചനം. വാക്യമല്ലേ? അതെ അതെ അതെ. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല. ഭൂമിയിലുള്ള സകലത്തെയും ദൈവം സൃഷ്ടിച്ചു, സകലവും സൃഷ്ടിച്ച് ആദാമിനെ സൃഷ്ടിച്ച് അവരിങ്ങനെ ആദാം ഇങ്ങനെ ഭൂമിയിൽ ജീവിക്കുമ്പോ ദൈവം തമ്പുരാൻ നോക്കിയപ്പോ ഈ ആദാം മാത്രം ഏകനായിട്ടിരിക്കുന്നു. ആദാം ഇങ്ങനെ ഏകനായിട്ട് ഇരിക്കുന്നത് കണ്ടപ്പോ കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, ആദാം ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനിടയായിത്തീരുന്നത്. അങ്ങനെ ദൈവത്തിന്റെ ഇത്തരത്തിലുള്ള ചിന്തയുടെയും തീരുമാനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ദൈവം തമ്പുരാൻ ഒരു സ്ത്രീയെ ഉണ്ടാക്കാനിടയായിത്തീർന്നത്. ആദാമിന്റെ തക്ക തുണയായിരിക്കേണ്ടതിന് വേണ്ടി, ആദാമിന്റെ കൂടെ വസിക്കേണ്ടതിന് വേണ്ടി, ആദാമിന് കൈത്താങ്ങൽ കൊടുക്കേണ്ടതിന് വേണ്ടി, ആദാമിന് വേണ്ടി കർത്താവ് തന്നെ ഒരു നല്ല തക്കതായ ഒരു ജീവിത പങ്കാളിയെ കർത്താവ് ഉണ്ടാക്കി കൊടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിത്തീരുന്നത്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ ആദ്യം മുതലേ വായിക്കുമ്പോൾ ദൈവം തമ്പുരാൻ ഓരോ സൃഷ്ടിയും ഓരോ ദിവസം നടത്തുക. ഓരോ സൃഷ്ടിയും ഓരോ ദിവസം നടത്തുമ്പോൾ കർത്താവ് അത് എല്ലാം സൃഷ്ടിച്ചിട്ട് പറയും, നല്ലതെന്ന് കണ്ടു എന്ന് പറയുന്ന നമുക്ക് മനസ്സിലാക്കേണ്ടതായിത്തീരും. എന്നാൽ 28-ാമത്തെ വാക്യത്തിൽ, 1-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ അവിടെ ദൈവം തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യനോട് പറയാം, നിങ്ങൾ ഒരുമിച്ച് ജീവിച്ച് ഭൂമിയിൽ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി സകലത്തെയും വാഴണമെന്നൊക്കെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ വായിച്ചു. അപ്പൊ 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ തന്നെ ദൈവം തമ്പുരാൻ ഒരു കുടുംബം സ്ഥാപിച്ചു. ആ കുടുംബം സ്ഥാപിച്ച ശേഷം അതിന്റെ 31-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം സൃഷ്ടിച്ചതൊക്കെ ഏറ്റവും നല്ലതെന്ന് കണ്ടു. ബാക്കി എല്ലാ സൃഷ്ടിയും കർത്താവ് നല്ലതെന്ന് കണ്ടപ്പോ കുടുംബം സൃഷ്ടിച്ച ദൈവം ഏറ്റവും നല്ലതെന്ന് കണ്ടു. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുടുംബം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മറ്റെല്ലാത്തിനേക്കാളും ഏറ്റവും നല്ലതാ. നമ്മുടെ കുടുംബമാണ്
ദൈവം തമ്പുരാന് ഭൂമിയിൽ ഏറ്റവും നല്ലതായി കാണാൻ പറ്റിയത്. ബാക്കിയൊക്കെ ആകാശ കർത്താവ് നല്ലതായിട്ട് തോന്നി, ഭൂമി നല്ലതായിട്ട് തോന്നി, സമുദ്രം നല്ലതായിട്ട് തോന്നി, ഇവിടുത്തെ എല്ലാ ജലങ്ങളും ജല മൃഗങ്ങളും എല്ലാം കർത്താവ് നല്ലതായിട്ടാണ് തോന്നിയത്. പക്ഷെ കുടുംബത്തെ സൃഷ്ടിച്ച കർത്താവ് ഏറ്റവും നല്ലതായിട്ട് കണ്ടു, ഏറ്റവും നല്ലതായിട്ട് കണ്ടു. അപ്പം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും നല്ലതായിട്ട് കണ്ടത് ഭൂമിയിലെ മനുഷ്യന്റെ കുടുംബമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടതായിത്തീരുന്നത്. അങ്ങനെ ദൈവഹിതത്തിനും പദ്ധതിക്കും ഏറ്റവും അനുയോജ്യമായ ഒന്ന് എന്ന് പറയുന്നത് കുടുംബമാണ്. ദൈവത്തിന് ഭൂമിയിൽ ഒരു പദ്ധതി ചെയ്തെടുക്കാൻ, ദൈവത്തിന് ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അതിന് അനുയോജ്യമായ ഒരു കാര്യം അത് കുടുംബമാണ്. ദൈവത്തിന് വേണ്ടിയാണ് ദൈവം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചത്, ഭൂമിയിൽ കുടുംബം സൃഷ്ടിച്ചത്. ദൈവത്തിന് പകരമായി ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ കുടുംബം, നമ്മുടെ കുടുംബങ്ങൾ എന്ന് മറന്നുപോകുന്നത്. പക്ഷെ പലപ്പോഴും നമ്മളത് അത്ര ഗൗരവത്തോടെ കാണാറില്ല, നമ്മൾ അങ്ങനെ ഒന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷെ കർത്താവ് നമ്മുടെ കുടുംബത്തെ ശ്രദ്ധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് കർത്താവ് കുടുംബത്തെ കാണുന്നത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അവിടെ മനസ്സിലാക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുള്ള ബന്ധം എപ്രകാരമായിരിക്കണമെന്ന് ഈ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഒന്ന്, തക്ക തുണയായിരിക്കാനാണ് ഒരു ഭാര്യയെ, ഒരു സ്ത്രീയെ ദൈവം തമ്പുരാൻ സൃഷ്ടിക്കേണ്ടതായിത്തീർന്നത്. ആദാം ഇങ്ങനെ ഏകനായിരിക്കുന്ന കണ്ടപ്പോ, ആദാം ഏകനായിരിക്കുന്ന നന്നല്ലെന്ന് കണ്ട കർത്താവ് അവന് തക്കതായൊരു തുണ. അപ്പോ കുടുംബത്തിൽ ഭാര്യയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചത് ഈ ഭർത്താവിന് തക്ക തുണയായിട്ട്, ഭർത്താവിന്റെ അനുയോജ്യമായ തക്ക തുണയായിട്ട് നിൽക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടതായിരുന്നത്. പ്രകൃതിയോട് പൊരുത്തപ്പെട്ടും നല്ല ബന്ധം പുലർത്തിയും വേണം മനുഷ്യൻ ജീവിക്കാൻ. എന്നാൽ അതുകൊണ്ട് മാത്രം ഒരു മനുഷ്യൻ സംതൃപ്തനാകുന്നില്ല, അതുകൊണ്ട് മാത്രം ഒരു മനുഷ്യന്റെ ജീവിതം അർത്ഥപൂർണമാകുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ ഏദൻ തോട്ടത്തിലാക്കി, ഏദൻ തോട്ടം പരിപാലിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും വേണ്ടി കർത്താവാക്കി വെച്ചിരുന്നു. അങ്ങനെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കാനാണ് ദൈവം തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ അതുകൊണ്ട് മാത്രം ഒരു മനുഷ്യനും സംതൃപ്തനാകുന്നില്ല, അതിനു വേണ്ടി ദൈവം തമ്പുരാൻ ഒരു കുടുംബത്തെ ഉണ്ടാക്കി എന്നാണ് മനസ്സിലാക്കേണ്ടതായിത്തീരുന്നത്. അവന്റെ ജീവിതം അർത്ഥപൂർണമാകണമെങ്കിൽ ഒരു ജീവിത പങ്കാളി ആവശ്യമാണെന്ന് ദൈവത്തിന് മനസ്സിലായി. പ്രിയമുള്ളവരെ, നമുക്ക് ചിലപ്പോ വിവാഹം കഴിഞ്ഞ് കുറച്ചു നാൾ കഴിയുമ്പോൾ നമുക്ക് തോന്നും വേണ്ടായിരുന്നു, കല്യാണം കഴിക്കണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നിയാലും ഞാൻ നിങ്ങളോട് പറയാം, കർത്താവിന്റെ പദ്ധതിയിൽ നമ്മുടെ ജീവിതം പൂർണ്ണമാകണമെങ്കിൽ, നമ്മുടെ ജീവിതം പരിപൂർണമാകണമെങ്കിൽ, നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകണമെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്നു നിങ്ങളൊരു കുടുംബസ്ഥനാകണം, നിങ്ങളൊരു കുടുംബത്തിലായിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിത്തീരുന്നത്. അവിടെ തക്ക തുണ എന്നാണ് വായിക്കുന്നത്. ഒരു ഹൗവയെ ഉണ്ടാക്കുമ്പോ ദൈവം തമ്പുരാൻ പറയുന്നത് തക്ക തുണ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ ദൈവം തമ്പുരാൻ ഉണ്ടാക്കിയത്, ദൈവം തമ്പുരാൻ നൽകിയത് അത് തക്ക തുണയാണ് എന്ന് ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവ് നമുക്ക് തന്നിട്ടുള്ളത് അതാ ജീവിതത്തിലെ ഏറ്റവും തക്ക തുണ, അതാ കർത്താവ് നമുക്ക് ഏറ്റവും നല്ല തുണ എന്ന് മനസ്സിലാക്കണം. ഇവിടെ തുണ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ തുണ എന്ന വാക്കിന് എബ്രായ ഭാഷയിൽ, ഇത് എഴുതിയ ഭാഷയായ എബ്രായ ഭാഷയിൽ അതിന് എസേർ എന്നാണ് പറയുന്നത്. എസേർ എന്ന വാക്കിന്റെ അർത്ഥം സഹായി, അഭയം എന്നൊക്കെയാണ് ആ വാക്കിനുള്ള അർത്ഥം. അപ്പോ ഭാര്യമാരോട് ഞാൻ പറയാം, കർത്താവ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഭർത്താവിനൊരു സഹായമായിട്ട്, നിങ്ങളുടെ ഭർത്താവിനൊരു അഭയമായിട്ടാണ് കർത്താവ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ജീവിത പങ്കാളി എന്ന് പറയുന്നത് അത് ഒരു തക്ക തുണ എന്ന് പറയുമ്പോൾ അത് സഹായിയാണ്, ഒരു അഭയമാണ്. അഭയം, നമുക്കൊരു പ്രതിസന്ധി വരുമ്പോ, നമുക്കൊരു വിഷമം ഉണ്ടാകുമ്പോ, നമുക്കൊരു വേദന വരുമ്പോ ഒന്ന് അഭയം പ്രാപിക്കാൻ, നമുക്കൊന്ന് ഓടിച്ചെന്ന് രക്ഷ പ്രാപിക്കാൻ, ഒരു സമാധാനത്തിന് വേണ്ടി, ഒരു ആശ്വാസത്തിന് വേണ്ടിയുള്ള സ്ഥലമാണ് ഈ പങ്കാളി, ജീവിത പങ്കാളി അല്ലെങ്കിൽ തുണ എന്ന് പറയേണ്ടതായിത്തീരുന്നത്. അതിന് എസേർ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ എസേർ എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കുമ്പോൾ, ഹൗവയെ സൃഷ്ടിക്കുമ്പോൾ എസേർ എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കുമ്പോൾ, അങ്ങനെ തക്കതായ തുണയാണ് എന്ന് പറയുമ്പോൾ ഇത് ഒരു ചെറിയ കാര്യമല്ല, ഇതൊരു ചെറിയ പദവിയല്ല, ഒരു ചെറിയ സ്ഥാനമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. നമുക്കൊരു വേദഭാഗം വായിക്കാം. നമുക്ക് സങ്കീർത്തനങ്ങൾ 33 20 വാക്യം നമുക്കൊന്ന് വായിക്കാം. സങ്കീർത്തനങ്ങൾ 33 അതിന്റെ 20 തിരുവചനം നമുക്കൊന്ന് കേൾക്കാം. നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, അവൻ നമ്മുടെ സഹായവും പരിചയമാകുന്നു. അവൻ നമ്മുടെ സഹായവും നമ്മുടെ പരിചയമാകുന്നു. ഇവിടെ ഈ സഹായം എന്ന് പറയുന്നത് ദൈവത്തെ കുറിച്ചാ.
ദൈവം നമ്മുടെ സഹായമാകുന്നു എന്നാണ് പറയാനിടയായി തീർന്നത്. പ്രിയമുള്ളവരെ, ഈ സഹായം എന്ന വാക്കും എബ്രായ ഭാഷയിൽ എസർ എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ദൈവത്തെ ഏത് വാക്കുകൊണ്ട് പറഞ്ഞോ, ദൈവത്തെ പറയാൻ ഉപയോഗിച്ച അതേ വാക്ക് തന്നെയാണ് ഒരു തുണയ്ക്ക് അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് ബൈബിൾ കൊടുത്തിട്ടുള്ള പദം. അപ്പൊ നോക്കിയേ, ആ സ്ത്രീ എത്ര 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 ബഹുമാനിക്കപ്പെട്ട ആളായിട്ടാണ് വിശുദ്ധ വേദപുസ്തകം അവിടെ അവതരിപ്പിക്കുന്നത്. ഭാര്യയുടെ സ്ഥാനം എത്ര ഔന്നത്യമുള്ളതാണ് എന്ന് ഇവിടെ ഈ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇടയായിത്തീരുന്നു. അപ്പോ ജീവിത പങ്കാളി അല്ലെ തുണ എന്ന് പറയുന്നത് ദൈവത്തിന് ഉപയോഗിച്ച ആ ദൈവം സഹായമാണെന്ന് പറഞ്ഞ അതേ വാക്ക് തന്നെ ഈ ഭാര്യയെ സൃഷ്ടിക്കുമ്പോഴും കർത്താവ് ഉപയോഗിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇടയായിത്തീരുന്നത്. മറ്റൊരു കാര്യം പ്രിയമുള്ളവരെ, ഇവിടെ നമുക്കറിയാം, ഈ ഹൗവയെ ദൈവത്തിന് സൃഷ്ടിക്കാൻ നേരത്ത് ആദാമിന്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്താണ് ദൈവം ഹൗവയെ സൃഷ്ടിക്കാൻ ഇടയായിത്തീർന്നത്. ദൈവത്തിന് വേണമെങ്കിൽ ആദാമിനെ സൃഷ്ടിച്ചതുപോലെ പൊടിയിൽ നിന്ന് ഒരു സ്ത്രീയെ സൃഷ്ടിക്കുന്നതിന് കർത്താവിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ഒരു വാക്ക് കൽപ്പിച്ചാൽ ഒരു സ്ത്രീ ഉണ്ടായി വരുമായിരുന്നു. ബാക്കി എല്ലാം സൃഷ്ടിച്ചത് അങ്ങനെയാണല്ലോ. ആ മനുഷ്യനൊഴികെ ബാക്കി എല്ലാത്തിനെയും, മൃഗങ്ങളെ, മൃഗജാലങ്ങളെ, ആ ആകാശത്തെ, ഗാലക്സിയെ ഒക്കെ കർത്താവ് ഒറ്റ വാക്കുകൊണ്ടാണ് സൃഷ്ടിച്ചത്. ദൈവത്തിന് വേണമെങ്കിൽ ഈ ഹൗവയെയും സൃഷ്ടിക്കുമ്പോൾ അങ്ങനെ തന്നെ സൃഷ്ടിക്കാമായിരുന്നു. ഒരു വാക്കുകൊണ്ട് സൃഷ്ടിക്കാമായിരുന്നു, അല്ല മണ്ണുകൊണ്ട് സൃഷ്ടിക്കാമായിരുന്നു. അങ്ങനെ പലതും എന്തൊക്കെ മാധ്യമമുണ്ടായിട്ടും ദൈവം ഹൗവയെ സൃഷ്ടിക്കാൻ ഉപയോഗിച്ചത് ആദമിന്റെ തന്നെ ഒരു വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിൽ നിന്നാണ് ദൈവം തമ്പുരാൻ സൃഷ്ടിക്കാൻ ഇടയായി തീർന്നത് എന്നാണ് മനസ്സിലാക്കാൻ ഇടയായി തീർന്നത്. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ അത്തരത്തിൽ ഒരു വാരിയെല്ലെടുത്ത് ഈ വാരിയെല്ലിൽ നിന്ന് ഈ ഒരു സഹോദരിയെ, ഒരു സ്ത്രീയെ സൃഷ്ടിക്കാൻ ഇടയായത് എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം മറ്റൊന്നുമില്ല, വേർപിരിയാൻ പറ്റാത്ത ഒരു ബന്ധമാണ് ഈ ജീവിത പങ്കാളിയുമായിട്ടുള്ളത്, അല്ലെങ്കിൽ തന്റെ തുണയുമായിട്ടുള്ളത്, തന്റെ ആ ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന ആ ദൃഢത, അത് ഒരിക്കലും പിരിയാൻ പറ്റാത്തതുപോലെ അത്ര ശക്തമായ ബന്ധമായിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം വാരിയെല്ലുകളിൽ നിന്ന് ഒന്നെടുത്ത് മനുഷ്യന് ജീവിത പങ്കാളിയെ ഉണ്ടാക്കി കൊടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മുടെ കുടുംബത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, എത്ര പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും, എന്തെല്ലാം പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടെങ്കിലും, ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നില്ലെങ്കിലും, ഞാൻ നിങ്ങളോട് പറയാം, കർത്താവ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ വേർപിരിയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അത് ദൈവിക ഹിതമല്ല, അത് ദൈവത്തിന്റെ ഇഷ്ടമല്ല. അത് ആരെല്ലാം നിങ്ങളെ സപ്പോർട്ട് ചെയ്താലും, ആരെല്ലാം നിങ്ങളോട് പിരിഞ്ഞോളാൻ പറഞ്ഞാലും, പ്രിയമുള്ളവരെ, കർത്താവിന്റെ സൃഷ്ടിപ്പിൽ തന്നെ കർത്താവിന്റെ ആഗ്രഹം നിങ്ങൾ പിരിയാൻ പാടില്ല എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒന്നായിരിക്കണം, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം, നിങ്ങൾ ഒരുമിച്ച് സന്തോഷിക്കണം, നിങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെടണം, നിങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കണം എന്നൊക്കെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് തന്റെ ശരീരത്തിൽ നിന്ന്, തന്റെ വാരികല്ലുകളിൽ ഒന്നെടുത്ത് ദൈവം തമ്പുരാൻ ഈ സ്ത്രീയെ സൃഷ്ടിക്കാനിടയായി തീർന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, അതിന്റെ 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. പ്രിയമുള്ളവരെ, ദൈവം തമ്പുരാൻ ഈ ആദാമിന്റെ വിവാഹം നടത്തുമ്പോ ആ ആദാമിന്റെ വിവാഹ ശുശ്രൂഷയിൽ ദൈവം പ്രസംഗിച്ച പ്രസംഗം ഇതാ, വേറൊന്നും പ്രസംഗിച്ചില്ല, ഇതേ പ്രസംഗിച്ചുള്ളൂ. എന്നറിയാവോ? മനുഷ്യൻ ഏകനായിരിക്കും നല്ലതെന്ന് ദൈവം കണ്ടിട്ട് ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവരെ വിവാഹം നടത്തുമ്പോ കർത്താവ് പറയുന്ന ഒരേ ഒരു കാര്യം ഇതാണ്: അവര് ഇനി വേർപിരിയാൻ പറ്റാത്തതുപോലെ അവരൊന്നാണ്. അവരപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. പ്രിയമുള്ളവരെ, ഇത് ആദാമിന്റെ വിവാഹ ശുശ്രൂഷയിൽ ഇത് കർത്താവ് പറയുമ്പോ ഇത് എന്തിനാണ് പറയുന്നത്? ഈ ആദാമിന് അപ്പനില്ല, അമ്മയില്ല. ഹവ്വായിക്ക് അപ്പനുമില്ല, അമ്മയും ഇല്ല. പിന്നെ ഈ ദൈവം തമ്പുരാൻ ഇവരുടെ വിവാഹത്തിൽ എന്തിനീ പറുദീസായിൽ ഇവരോട് പറയുന്നു അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും? അതിന്റെ കാര്യം പ്രിയമുള്ളവരെ, ആദാമിനോട് ഇത് പറയുമ്പോൾ ആദാമിനെ കാണുന്ന ദൈവം ആദാമിലൂടെ എന്നെ നിങ്ങളെ കണ്ടിരുന്നു, നമ്മളെ ഓരോരുത്തരും കണ്ടിരുന്നു, വരുന്ന തലമുറകളെ കണ്ടിരുന്നു. അതുകൊണ്ട് അവരോടുള്ള കർത്താവിന്റെ ആഗ്രഹമാണ്, കർത്താവിന്റെ കൽപ്പനയാണ്, അവര് അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവരൊരു ദേഹമായി തീരും, അവരൊന്നായി തീരും എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്, നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത്, അത് 2 വ്യക്തിത്വങ്ങളല്ല, 2 അല്ല, പക്ഷെ പകരം അവരൊന്നായി തീരണം. അവരുടെ ചിന്തകൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ എല്ലാം ഒന്നായി തീരണമെന്നാണ് കർത്താവിന്റെ ആഗ്രഹം. അവർ ഒന്നായി ചേർത്ത് അപ്പനെയും അമ്മയും വിട്ട് അവർ ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 2-ാം അധ്യായം
അധ്യായത്തിന്റെ 24 വാക്യത്തിലും എഫേസ്യ ലേഖനം 5 അധ്യായത്തിന്റെ 31 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പൊ അവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞ അതേ കാര്യം അപ്പോസ്തലൻ പൗലോസ് ലേഖനം എഴുതുമ്പോഴും അത് വീണ്ടും എടുത്ത് ആവർത്തിച്ച് പറയുക. എന്റെ കാര്യം അറിയാമോ? പുതിയ നിയമത്തിലേക്ക് വന്നപ്പം കർത്താവിന്റെ വ്യവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയിട്ടില്ല, ഈ കുടുംബത്തെക്കുറിച്ചുള്ള കർത്താവിന്റെ പ്ലാനിന് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് എഫേസ്യ ലേഖനം 5 അധ്യായത്തിലും ഇത് എടുത്തു പറയേണ്ടതായി തീർന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾ പറയട്ടെ, അതിന് ഇന്നും മാറ്റം വന്നിട്ടില്ല. ചിലപ്പം നമ്മുടെ നാട്ടിൽ ഒത്തിരി കോടതികൾ ഉണ്ടായി കാണും, ഒത്തിരി കുടുംബ കോടതികൾ ഉണ്ടായി കാണും, പിരിയാൻ ഉള്ള അവസരങ്ങൾ ഉണ്ടായി കാണും. അതിന് പിരിയാൻ പറ്റിയ കാരണങ്ങൾ നിയമം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. എന്തെല്ലാം സംഭവിച്ചാലും ഞാൻ നിങ്ങൾ പറയട്ടെ, ദൈവത്തിന്റെ നിയമത്തിന് ഒരു മാറ്റം വന്നിട്ടില്ല. ദൈവത്തിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള പ്ലാനിനകത്ത് ഒരു വ്യത്യാസം വന്നിട്ടില്ല. നമ്മളെക്കുറിച്ചുള്ള കർത്താവിന്റെ ആഗ്രഹം, കർത്താവ് ആക്കി വെച്ച ആ കുടുംബത്തിൽ ഉറപ്പായി ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കണം, ഒന്നായി ജീവിക്കണം, ഒരുമിച്ച് ജീവിക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞാന് സാധാരണ എന്റെ സഭയിൽ ഞാൻ പറയാറുണ്ട്, എന്റെ സഭയിലുള്ള യൂത്തിനോട് ഞാൻ പറയാറുണ്ട്, മാതാപിതാക്കളോട് ഞാൻ പറയാറുണ്ട്, കല്യാണം കഴിക്കുവാണെങ്കിൽ കല്യാണം കഴിപ്പിക്കുമ്പോൾ ഒരാൾ ഓസ്ട്രേലിയയിലും ഒരാള് കേരളത്തിലും ജീവിക്കാനല്ല ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. ദൈവം വിവാഹം നടത്തുന്നത് ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും വഴികളുണ്ടെങ്കിൽ അവർ രണ്ടായി ജീവിക്കാതെ അവരൊരുമിച്ച് ഒരു സ്ഥലത്ത് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളതാണ് കർത്താവിന്റെ പ്ലാൻ. പ്രിയമുള്ളവരെ, അതിനുവേണ്ടി ദൈവം ഒന്നാക്കി തീർക്കുന്നത്, അതിനുവേണ്ടി ദൈവം കുടുംബത്തെ ഒന്നാക്കി മാറ്റിയിരിക്കുന്നത്. കർത്താവിന്റെ ആഗ്രഹത അവരപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരുക, അവരൊരു ദേഹമായി തീരുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ വിവാഹത്തിലൂടെ ഒരു വ്യക്തിത്വമായി തീരുന്ന ശുശ്രൂഷയാണ് വിവാഹ ശുശ്രൂഷ. ആദാമിന്റെ ശുശ്രൂഷ, വിവാഹ ശുശ്രൂഷയിൽ കർത്താവ് പറയാ, നിങ്ങൾ ഇനി രണ്ടല്ല, നിങ്ങൾ ഇനി രണ്ടായിട്ട് ജീവിക്കാൻ ഒക്കെയല്ല, നിങ്ങൾക്ക് രണ്ട് അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല, രണ്ട് ആഗ്രഹം ഉണ്ടാകാൻ പാടില്ല, നിങ്ങൾ ഒരുമിച്ച് ഒറ്റ വ്യക്തിത്വം, രണ്ട് വ്യക്തികൾ ഒന്നിച്ചു ചേർന്ന് ഒറ്റ വ്യക്തിത്വമായി തീരുന്നു. രണ്ട് തോടുകൾ ചേർന്ന് ഒരു പുഴയായി മാറുന്നത് പോലെ. പ്രിയമുള്ളവരെ, അത് ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ഏതാ അവിടുന്ന് വന്നത്, ഏതാ ഇവിടുന്ന് വന്നതെന്ന് ഈ പുഴകൾക്ക് തിരിച്ചറിയത്തില്ലാത്തതുപോലെ. പ്രിയമുള്ളവരെ, കർത്താവ് ആഗ്രഹിക്കുന്നു ഒന്നായി തീരുക, ഒരിഷ്ടമായി തീരുക, ഒരാഗ്രഹമായി തീരുക, ഒരേ രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ രണ്ട് വ്യക്തികൾ വിവാഹത്തിലൂടെ ഒരു വ്യക്തിത്വമായി മാറുന്ന ശുശ്രൂഷയാണ് വിവാഹ ശുശ്രൂഷ. അങ്ങനെ അവർ ഒരേ വീക്ഷണത്തിലും ഒരേ വിശ്വാസത്തിലും ഒരേ ലക്ഷ്യബോധത്തിലും മുന്നോട്ട് പോകണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പൊ വിവാഹത്തിലൂടെ കർത്താവിന്റെ ആഗ്രഹം അവർക്ക് പിന്നെ ഒരേ വീക്ഷണമായിരിക്കണം, ഒരേ ചിന്താഗതി ആയിരിക്കണം. മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തെ കുറിച്ച് അവരുടെ ആഗ്രഹങ്ങൾ രണ്ടാകരുത്. അവരൊരുമിച്ച് ഒരുപോലെ ജീവിക്കണം, ഒരേ വീക്ഷണമായിരിക്കണം. രണ്ട്, അവരുടെ വിശ്വാസം ഒരേ വിശ്വാസമായിരിക്കണം. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനം എഴുതുമ്പോൾ അവസാനം പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ ജാതികളോട് ഇണയില്ല പിണക്കൂടരുത്. എന്റെ കാര്യം, നിങ്ങൾ ഒരു വിശ്വാസത്തിലായിരിക്കണം, ഒരേ വിശ്വാസത്തിൽ നിൽക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, അപ്പൊ നമ്മുടെ കുടുംബം ഒരേ വീക്ഷണമുള്ള, ഒരേ വിശ്വാസമുള്ള, ഒരേ ലക്ഷ്യബോധമുള്ളവരായി തീരാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളെല്ലാം അത്തരത്തിലായി തീരണമെന്നാണ് ദൈവം തമ്പുരാൻ, കുടുംബത്തിന്റെ സ്ഥാപകനായ ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാം ഒരേപോലെ ഒരേ ആഗ്രഹത്തിൽ ഒരുമിച്ച് മുന്നേറണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കാനിടയായി തീരുന്നത്. ഇനി ഒന്നുകൂടെ ഞാൻ പറയട്ടെ, രണ്ട് വ്യക്തികൾ ആയിരുന്ന രണ്ട് എന്ന വ്യതിരിക്തതകളെ മാറ്റിയിട്ട് ദൈവം തമ്മിൽ ഒന്ന് എന്നുള്ള ഐക്യബോധത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈ ആദാമിന്റെ വിവാഹ ശുശ്രൂഷയിൽ, ആദാമിന്റെ കല്യാണ ശുശ്രൂഷയിൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ് എന്ന് പറയുമ്പോ ഇനി രണ്ട് എന്ന് പറയുന്ന ആ വ്യതിരിക്തത ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് ഒരു ഐക്യതയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. പ്രിയമുള്ളവരെ, ഐക്യതയോടെ ഒരുമിച്ച് പോവുക, രണ്ടുപേരും ഒരുമിച്ച് ഐക്യതയോടെ പോവുക എന്ന് പറഞ്ഞാൽ അത് ശകലം പ്രയാസമുള്ള കാര്യമാണ്. രണ്ടുപേരും ഒരുമിച്ച് പോവുക, രണ്ടുപേർക്ക് ഒരേ ചിന്തയാകുക, ഒരേ ആഗ്രഹമാകുക, ഒരേപോലെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അത് ശകലം പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവിന് നമ്മളെ ഒന്നാക്കി മാറ്റാൻ പറ്റും, നമ്മുടെ ആഗ്രഹങ്ങളെ ഒന്നാക്കി മാറ്റാൻ പറ്റും, നമ്മുടെ ഇഷ്ടങ്ങളെ ഒന്നാക്കി മാറ്റാൻ പറ്റും, നമ്മുടെ കുടുംബം സന്തോഷമായി തീരും. ഞാൻ നിങ്ങൾ പറയാം, ചിലപ്പോൾ ചില പ്രതിസന്ധിയിലൂടെ ആയിരിക്കും പോകുന്നത്, ചില ബുദ്ധിമുട്ടിലൂടെ ആയിരിക്കും പോകുന്നത്. ഒട്ടും ഭയപ്പെടണ്ട. യേശു കർത്താവോട് പറഞ്ഞാൽ, യേശു കർത്താവെ, എന്റെ ജീവിതത്തെ ഒന്ന് അനുഗ്രഹിക്കണം കർത്താവെ, എന്റെ കുടുംബത്തെ ഒന്നാക്കി തരണം കർത്താവെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ കർത്താവിന് ഒന്നാക്കി തരാൻ കഴിയും, നിങ്ങളുടെ ചിന്താഗതികളെ ഒന്നാക്കി തരാൻ കഴിയും. നിങ്ങളെ കർത്താവ് ഒന്നാക്കി ഒരുപോലെ ആക്കി തരാൻ എന്റെ കർത്താവിന് അസാധ്യമല്ല
എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ. അങ്ങനെ അവരുടെ ആദാം ഹവ്വ ദമ്പതികളെ കുറിച്ച് കർത്താവിന്റെ ആഗ്രഹം. ഹവ്വ ദമ്പതികളോട് കർത്താവ് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ല, അവരുടെ ആ ഒരു കുടുംബത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല, പകരം അവരിലൂടെ ഉണ്ടാകാനിരിക്കുന്ന ആ ജനകോടികളോട്, സമൂഹത്തോട് കർത്താവിനുള്ള അരുളപ്പാടാണ്. കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഇനി രണ്ടല്ല, ഇനി നിങ്ങൾ ഒന്നായി തീരണം, ഒരു ചിന്തയാകണം, ഒരാഗ്രഹമാകണം, ഒരുമിച്ച് ജീവിക്കണം എന്ന് പറയാനിടയായി തീർന്നത്. ഒരിക്കലും പിരിയാത്തൊരു ബന്ധം കർത്താവ് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ, വേദപുസ്തകത്തിന്റെ ആരംഭത്തിൽ തന്നെ കർത്താവ് ആഗ്രഹിക്കുന്നു. ഒരിക്കലും പിരിയാത്തൊരു ബന്ധം. ഞാൻ നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയട്ടെ, ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും കർത്താവാണ് നിങ്ങളെ ഒന്നിപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ കർത്താവിന്റെ അടുത്ത് വന്ന് ചോദിക്കുക, ഏത് കാരണം ചൊല്ലി ഭാര്യയെ ഉപേക്ഷിക്കാം എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത് ആദിയിൽ ദൈവം അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, ഒന്നായി ജീവിക്കാനാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ചില വർഷങ്ങൾ, ആയിരക്കണക്കിന് വർഷങ്ങൾ മുന്നോട്ട് വന്നിട്ടും കർത്താവ് പറയാ, പണ്ട് അങ്ങനെയായിരുന്നു, അത് അങ്ങനെ തന്നെ തുടരണം എന്ന് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കാലഘട്ടം മാറിയെന്ന് കരുതി, സാഹചര്യങ്ങൾ മാറിയെന്ന് കരുതി, സമൂഹം അങ്ങനെ പല വ്യത്യാസത്തിലൂടെ കടന്നുപോയി എന്ന് കരുതി കർത്താവിന്റെ പ്ലാനിനോ ദൈവത്തിന്റെ പദ്ധതിക്കോ ഒരു നാളും മാറ്റം വരുന്നില്ല, ഒരു നാളും മാറ്റം വരുത്തിയിട്ടില്ല. കർത്താവ് പറയാ, അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കാൻ പാടില്ല. നിങ്ങളെ കർത്താവാ യോജിപ്പിച്ചത്, കർത്താവാ നിങ്ങളെ ഒന്നാക്കിയത്. അത് വേർപിരിക്കാൻ കോടതിക്കോ സമൂഹത്തിനോ കുടുംബത്തിനോ നിങ്ങൾക്കോ കർത്താവ് അനുവാദം തരുന്നില്ല എന്ന് ഇന്ന് രാവിലെ ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കട്ടെ പ്രിയമുള്ളവരെ. ഇനി നമ്മൾ തുറന്ന് ചിന്തിക്കാൻ പോകുന്നത് പ്രഥമ ദമ്പതികളുടെ ജീവിതാനുഭവങ്ങൾ. ആദാം ഹവ്വ ദമ്പതികളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ എന്താണ്, അവരുടെ ജീവിതാനുഭവങ്ങൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അവരുടെ ജീവിതത്തിന്റെ ആരംഭ കാലഘട്ടം, വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ നാളുകൾ, അത് സന്തോഷത്തിന്റെയും ശാന്തിയുടെയും അന്തരീക്ഷമുള്ള കുടുംബമായിരുന്നു ആദാം ഹവ്വ ദമ്പതികളുടെ കുടുംബജീവിതം എന്നാണ് മനസ്സിലാക്കുന്നത്. അവരൊരുമിച്ച് ജീവിക്കുന്നു, അവരൊരുമിച്ച് നടക്കുന്നു, അവരൊരുമിച്ച് ഇരിക്കുന്നു, അവരൊരുമിച്ച് സംസാരിക്കുന്നു. അങ്ങനെ അവരും ദൈവം ഒരുമിച്ചുള്ള ഒരു നല്ല കാലം അവർക്കുണ്ടായിരുന്നു, ഒരു നല്ല ജീവിതം അവർക്കുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, അതാണ് അവരുടെ ജീവിതത്തിന്റെ ആരംഭ കാലഘട്ടങ്ങൾ. എന്നാൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അതിന് വ്യത്യാസം വരുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ സാധാരണ എന്റെ ചാച്ചി പറയാറുണ്ട്, വഴിയെ ബൈക്കേൽ ഇങ്ങനെ ഭാര്യയും ഭർത്താവും പോകുമ്പോൾ അവരുടെ പോക്ക് കാണും, ബൈക്കിൽ പോകുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ പോക്ക് കാണുമ്പോൾ അവർ വിവാഹം കഴിച്ചിട്ട് എത്ര നാളായി എന്ന് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ, ഈ ആദ്യത്തെ ദിവസങ്ങളിൽ കല്യാണം കഴിഞ്ഞ ഉടനെയുള്ള ചില നാളുകൾ അവര് ബൈക്കിൽ പോകുമ്പോൾ, ബൈക്കിൽ നമുക്കറിയാം 2 പേർക്കുള്ള സീറ്റേ ഉള്ളൂ, അത് 2 പേർക്ക് തന്നെ കസ്റ്റിയാണുള്ളത്. അങ്ങനെ ആ സീറ്റിൽ ഇരിക്കുമ്പോൾ ആദ്യത്തെ നാളുകളാണെങ്കിൽ അവരുടെ പുറകിൽ ഒരാൾക്കൂടി ഇരിക്കാനുള്ള സീറ്റ് ബാലൻസ് ഉണ്ടായിരിക്കും, അവർ അത്ര ചേർന്നായിരിക്കും ഇരിക്കുക. കുറച്ചുനാൾ കഴിയുമ്പോൾ ആ വണ്ടിയിലെ സീറ്റ് നിറയും, അവർക്ക് പിന്നെ വേറെ ഒരാൾ കൂടി ഇരിക്കാൻ ഇടയില്ല, അങ്ങനെ സീറ്റ് നിറഞ്ഞിരിക്കും. എന്നാൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവർ രണ്ടിന്റെ ഇടയ്ക്ക് ഒരാൾക്ക് ഇരിക്കാനുള്ള ഇട ഉണ്ടാവും. മുമ്പിലിരിക്കുന്ന ആൾക്കും പുറകിരിക്കുന്ന ആളുടെയും ഇടയ്ക്ക് ഒരാൾ കൂടി ഇരിക്കാനുള്ള ഇട ബാലൻസ് ഉണ്ടാവും. അത് കാലഘട്ടം പോകുന്നതനുസരിച്ച് അവരുടെ അകലങ്ങൾ കൂടുന്നതാണ്, അവരുടെ മനസ്സിന്റെ അകലങ്ങൾ കൂടുന്നതാണ് കാണാനിടയായിത്തീരുന്നത്. പ്രിയമുള്ളവരെ, ആദാം ഹവ്വ ദമ്പതികളുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിന്റെ ആരംഭം, അവരുടെ ജീവിതാരംഭം എന്ന് പറയുന്നത് അവർ ഭയങ്കര സന്തോഷത്തിന്റെയും ശാന്തിയുടെയും അന്തരീക്ഷമായിരുന്നു എന്നുള്ളത്. അവർക്ക് തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നില്ല, അവരുടെ ജീവിതത്തിൽ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നില്ല. ആദാമിന്റെയും ഹവ്വയുടെ ജീവിതത്തിൽ ഒരു സംഘർഷങ്ങളും സംഘട്ടനങ്ങളും ഉണ്ടായിരുന്നില്ല. അത്തരത്തിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോയി സംഘടനകളില്ലാതെ, സംഘർഷങ്ങളില്ലാതെ സമാധാനത്തോടെ പോവുമായിരുന്നു. അതിന്റെ കാരണം അവർ ദൈവവുമായി അവർക്ക് നല്ല സംസർഗം ഉണ്ടായിരുന്നു, ദൈവവുമായിട്ട് അവർക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധമുള്ളപ്പോഴാണ് അവര് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ചത്. പാപം ചെയ്യുന്നത് വരെ ദൈവവും അവരും ഒന്നിച്ചായിരുന്നു. ദൈവവും അവർ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു നല്ല അവസ്ഥ, നല്ല സാഹചര്യം ഈ ആദാം ഹവ്വ ദമ്പതികളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ദൈവം ഇറങ്ങി വരും, എല്ലാ ദിവസവും ദൈവം ഇറങ്ങി വന്നിട്ട് ദൈവം അവരുടെ കൂടെ നടക്കും. ദൈവം അവരുടെ കൂടെ നടന്ന് അവരുമായിട്ട് ഒരുമിച്ച് സല്ലപിച്ച് വർത്താനം പറഞ്ഞ് സന്തോഷത്തോടെ അവരിങ്ങനെ ആ ഏദൻ തോട്ടത്തിലൂടെ ജീവിക്കുമായിരുന്നു. അങ്ങനെ നല്ല കാലം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾ പറയട്ടെ, നമ്മുടെ ജീവിതത്തിലും, എന്നെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും ഞാൻ പറയാം, ഇത്തരത്തിലുള്ള നല്ല കാലങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ കർത്താവിന് കഴിയും എന്ന് ഇന്ന് രാവിലെ ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ. അങ്ങനെ അവര് സംഘടനകളൊന്നും ഇല്ലാതെ ദൈവവുമായിട്ട് നല്ല ബന്ധത്തിൽ അവർ മുന്നോട്ട് പോവുകയായിരുന്നു. പരസ്പരമുള്ള സ്നേഹത്തിന്റെയും കരുതലിന്റെയും
അംഗീകാരത്തിന്റെയും അന്തരീക്ഷം നാം സൃഷ്ടിക്കുമ്പോൾ നാം ഒരു പർദീസായിൽ എത്തിച്ചേരുക. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ തന്നെയാണ് നമ്മുടെ കുടുംബത്തെ പർദീസയാക്കുന്നത്. നമ്മുടെ കുടുംബത്തെ നരകമാക്കുന്നതും നമ്മുടെ ജീവിതത്തെ പർദീസയാക്കുന്നതും വേറെ ആരുമല്ല പ്രിയമുള്ളവരെ. ചിലപ്പോഴൊക്കെ നമ്മൾ പിശാചിനെ കുറ്റം പറയാറുണ്ട്. പിശാചല്ല, നമ്മൾ തന്നെ അതിന് അവസരങ്ങൾ കൊടുക്കുന്നതാണ്. പരസ്പരമുള്ള സ്നേഹം വർദ്ധിക്കുമ്പോൾ, പരസ്പരമുള്ള കരുതൽ വർദ്ധിക്കുമ്പോൾ, അംഗീകാരം വർദ്ധിക്കുമ്പോൾ ആ അന്തരീക്ഷം മാറും. നമ്മുടെ കുടുംബജീവിതത്തിന്റെ അന്തരീക്ഷം മാറും. നമ്മുടെ കുടുംബം സ്വർഗമായി പറുദീസയായി മാറാനിടയായി തീരും. ആരുടെയെങ്കിലും ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബജീവിതം നരകമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറയട്ടെ പ്രിയമുള്ളവരെ, യേശു കർത്താവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിളിച്ചാൽ, യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ ജീവിതം പറുദീസയായി മാറും. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചു, വീണ്ടും ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഞങ്ങളുടെ കുടുംബജീവിതം, ഞങ്ങളുടെ കുടുംബം, ഞാൻ ജനിച്ചു വളർന്ന എന്റെ വീട് അത് ഒരു നരകമായിരുന്നു. ഭൂമിയിൽ ഒരു നരകം ഉണ്ടെങ്കിൽ അതെന്റെ വീടായിരുന്നു. കാര്യം എന്റെ പിതാവ് നന്നായി മദ്യപിക്കും. എന്റെ വീട്ടിൽ എല്ലാ ദിവസവും വഴക്കാണ്. ഒരു ദിവസം പോലും വഴക്കില്ലാത്ത ദിവസമില്ലായിരുന്നു. എല്ലാ ദിവസവും വഴക്കായിരുന്നു. അപ്പനും അമ്മയും എല്ലാ ദിവസവും വഴക്കുണ്ടാക്കുന്നത് കൊണ്ട് ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ ആഗ്രഹിക്കലായിരുന്നു, വീട്ടിലിരിക്കാൻ ആഗ്രഹിക്കലായിരുന്നു. അത്തരത്തിലൊരു കുടുംബമായിരുന്നു എന്റെ കുടുംബം പ്രിയമുള്ളവരെ. എന്നാൽ ഞാൻ നിങ്ങൾ പറയാം, കഴിഞ്ഞ 43 വർഷം മുമ്പ് ഒരു രാത്രിയിൽ യേശു കർത്താവിന്റെ കുടുംബത്തിലേക്ക് വന്നു. യേശു കർത്താവിന്റെ കുടുംബത്തിലേക്ക് വന്നു. ഞങ്ങളുടെ തൊട്ടയിലോക്കത്തെ ഒരു വീട്ടിൽ ഒരു പ്രാർത്ഥന നടന്നപ്പോ എന്റെ പിതാവ് അവിടെ പോയതാ. അവിടെ പ്രാർത്ഥന കൂടാൻ പോയതല്ല, ആ പ്രാർത്ഥനക്കാരെ ഓടിക്കാൻ പോയതാ. അവരെ ഓടിച്ചു വിടാം എന്ന് കരുതി. എന്നിട്ട് വന്ന് ഞങ്ങളെ കൊന്ന് എന്റെ അപ്പനും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അതിനുവേണ്ടി ആ വീട്ടിലെ അയലോക്കത്തെ വീട്ടിലെ പ്രാർത്ഥനക്കാരെ ഓടിച്ചു വിടാൻ വേണ്ടി പോയതാ പ്രിയമുള്ളവരെ. അന്ന് രാത്രി എന്റെ യേശു കർത്താവ് എന്റെ പിതാവിന്റെ ഹൃദയത്തിലേക്ക് വന്നു. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് യേശു വന്നു. അതോടുകൂടെ ഞങ്ങളുടെ സാഹചര്യങ്ങൾ മാറി. ഞങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു. ഞങ്ങളുടെ ജീവിതം സമാധാനമുള്ളതായി തീർന്നു. ഞങ്ങളുടെ ജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞ കുടുംബമായി ഞങ്ങളുടെ കുടുംബത്തെ കർത്താവ് മാറ്റി. ആ യേശു ഇന്ന് ജീവനോടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, ആരെങ്കിലും പറഞ്ഞു തന്ന കഥ പറയുകയല്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് കഥ പറയുന്നതല്ല. യേശു ജീവനോടുണ്ട്. യേശുവിന് നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ കഴിയും. യേശുവിന് നിങ്ങളുടെ ജീവിതത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കാൻ കഴിയും. യേശുവിന് നിങ്ങളുടെ ജീവിതത്തെ അത്ഭുതമാക്കി മാറ്റാൻ കഴിയും. നിങ്ങളുടെ കുടുംബത്തിന്റെ ആ സ്വരച്ചേർച്ചയില്ലായ്മ യേശുവിന്റെ നാമത്തിൽ കർത്താവ് അത് എടുത്തു കളയാൻ കർത്താവിന് ഇഷ്ടമാ പ്രിയമുള്ളവരെ. നിങ്ങൾക്ക് തയ്യാറാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്കൊരു നല്ല കുടുംബ ജീവിതം നയിക്കണം, നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി തീരണം എന്ന് കർത്താവ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? വിളിക്കൂ യേശുവിനെ. യേശു നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. യേശു കർത്താവ് നിങ്ങളുടെ ജീവിത പങ്കാളിയല്ല, നിങ്ങളെ മാറ്റാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ മാറ്റി നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ കർത്താവിന് കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വ്യത്യാസം വരുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും പ്രിയമുള്ളവരെ. ഞാൻ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് മറ്റേ കക്ഷി നന്നായനെന്നാ. പ്രിയമുള്ളവരെ, അങ്ങനെ കർത്താവിന് നിങ്ങളെ മാറ്റുമ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ പറ്റും. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. എന്റെ കുടുംബത്തിൽ എന്റെ പിതാവ് ഓർത്തു എന്റെ അമ്മ നന്നായിരുന്നെങ്കിൽ അമ്മയാണ് പ്രശ്നം എന്നാകാം എന്റെ പിതാവ് ഓർത്തത്. എന്നാൽ ഒരു ദിവസം യേശുവിനെ എന്റെ പിതാവാ സ്വീകരിച്ചത്. എന്റെ പിതാവ് യേശുവിനെ സ്വീകരിച്ചപ്പോ കുടുംബത്തിലെ കുടുംബജീവിതം അവർ അനുഗ്രഹിക്കപ്പെട്ടതായി തീർന്നെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും ആവർത്തിക്കട്ടെ, യേശു നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ ഇന്നത്തെ സാഹചര്യങ്ങൾ മാറും. ഇന്നത്തെ സാഹചര്യങ്ങൾ മാറും. അതിനു മുമ്പ് ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ബൈബിൾ വായിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവരായിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, വാസ്തവമായി ജീവിതത്തിലേക്ക് യേശു വന്നത് കഴിഞ്ഞ 43 വർഷം മുമ്പാ. അന്ന് ഞങ്ങളുടെ കുടുംബജീവിതം, ഞങ്ങളുടെ കുടുംബം ഒരു സ്വർഗമായി മാറിയത്. അന്ന് മുതലാ ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും അനുഭവിക്കാനിടയായി തീർന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ചിലപ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നുണ്ടായിരിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, വാസ്തവത്തിൽ യേശുവെ എന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് വരണമേ. ഞാൻ എന്റെ കുടുംബത്തിലേക്ക് യേശുവിനെ വിളിക്കുക കർത്താവ് എന്ന് പറയാവോ? ആ സക്കായുടെ കുടുംബത്തിലേക്ക് യേശു വന്നപ്പോൾ പറയാ, ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. പ്രിയമുള്ളവരെ, യേശു വരുമ്പോഴാ രക്ഷ ഉണ്ടാകുന്നത്. യേശു വരുമ്പോഴാ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത്. യേശു വരുമ്പോഴാ അനുഗ്രഹവും അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കാനിടയായി തീരുന്നത് എന്ന് ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ. അങ്ങനെ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ ഒരു പർദീസയാക്കി മാറ്റാൻ കർത്താവ് നമ്മളെ അനുവദിച്ചിരിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കുന്നു. നമ്മൾ ആ കർത്താവിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹമായി മാറും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരു ഭൂമിയിൽ ഒരു പർദീസ ഉണ്ടെങ്കിൽ ഒരു ക്രിസ്തീയ കുടുംബമാണ്. ആ ക്രിസ്തീയ കുടുംബം എല്ലാ ദിവസവും കർത്താവിന്റെ കൂടെ വസിക്കുന്ന, എല്ലാ ദിവസവും കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന, ഒരുമിച്ച് ഇരിക്കുന്ന, സംസാരിക്കാൻ പറ്റുന്ന ഒരു നല്ല കുടുംബം. അങ്ങനെ ആണ് ആ കുടുംബം, ഒരു ക്രിസ്തീയ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. എന്നാൽ അങ്ങനെ ഇവർ സന്തോഷത്തോടെ സമാധാനത്തോടെ ഏദൻ തോട്ടത്തിൽ കർത്താവുമായി ഒരുമിച്ച് സമാധാനത്തോടെ ജീവിച്ചു പോകുമ്പോൾ അതിനിടയിൽ അവരുടെ കുടുംബജീവിതത്തിലേക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നു. അവരുടെ ജീവിതത്തിൽ പ്രലോഭനം ഉണ്ടാകുന്നു. അവരുടെ കുടുംബജീവിതത്തിന്റെ താളം തെറ്റുന്നു. അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ
അങ്ങനെ ഇരിക്കുമ്പോൾ പ്രലോഭനം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. ഐക്യതയിലും ഒരുമയിലും ജീവിക്കുന്നിടത്ത് സാത്താന് പ്രവേശിക്കാൻ പറ്റിയല്ല. അവരൊരുമിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ, അവർ ഐക്യതയോടെയാണ് ജീവിക്കുന്നതെങ്കിൽ, ഞാൻ നിങ്ങൾ പറയട്ടെ, എത്ര വലിയ പിശാചിനും നിങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ ഒക്കുകയില്ല. ഏത് പിശാച് നോക്കിയാലും നിങ്ങളുടെ ജീവിതത്തെ തകർക്കാൻ ഒക്കുകയില്ല. പിശാചല്ല തകർക്കുന്നത്, നിങ്ങളുടെ ഐക്യത നഷ്ടപ്പെട്ടപ്പോ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഐക്യത നഷ്ടപ്പെടുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ആദാം ഹവ്വ ഒരുമിച്ച് ജീവിച്ചപ്പോ, ഒരുമിച്ച് തോട്ടത്തിൽ ഇരുന്നപ്പോ, ഒരുമിച്ച് നടന്നപ്പോ പിശാച് അങ്ങോട്ട് വന്നേയില്ല. പിശാചിനെ കൊണ്ട് വരാൻ പറ്റുന്നില്ലായിരുന്നു. അവർക്ക് പിശാചിന് ഇവരെ തൊടാനൊക്കുന്നില്ലായിരുന്നു പ്രിയമുള്ളവരെ. എന്നാൽ എപ്പോഴാണോ ആദാം ഹവ്വ ദമ്പതികൾ രണ്ടായി മാറിയത്, രണ്ടിടത്തായി തീർന്നത്, രണ്ട് ചിന്താഗതിയായി മാറിയത്, ആ സമയത്താണ് അവരുടെ ജീവിതത്തിലേക്ക് പിശാച് വരാനിടയായി തീർന്നത്. അപ്പം പിശാചിന്റെ കടന്നാക്രമണം ഉണ്ടാകുന്നത് രണ്ടായിട്ട് ജീവിക്കുമ്പോഴാണ് എന്നാണ് മനസ്സിലാക്കേണ്ടതായി തീർന്നത്. ഞാൻ നിങ്ങൾ പറയാം, ഈ കാലഘട്ടത്തിൽ പല പല പ്രിയപ്പെട്ടവർ വിവാഹം കഴിച്ച ശേഷം അവര് ജോലിയോടുള്ള ബന്ധത്തിൽ അവര് പല സ്ഥലങ്ങളിൽ മാറി താമസിക്കേണ്ടി വരാറുണ്ട്. ഒരാളുടെ ജോലി ഇവിടെ ആയിരിക്കും, അടുത്ത ആളുടെ ജോലി വേറൊരു രാജ്യത്തായിരിക്കും. അങ്ങനെ ജോലിയോടുള്ള ബന്ധത്തിലൊക്കെ ചിലപ്പോ മാറി താമസിക്കേണ്ട സാഹചര്യങ്ങൾ വരാറുണ്ട്. അങ്ങനെ താമസിക്കേണ്ടി വന്നാലും അവരുടെ കരുതലുകളും അവരുടെ ജാഗ്രതയും വിശ്വസ്തതയും അവരുടെ അത് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. എവിടെ താമസിച്ചാലും, എവിടെ മാറി താമസിച്ചാലും, ഏത് കാര്യം കൊണ്ട് എങ്ങോട്ട് മാറി താമസിക്കേണ്ടി വന്നാലും, അതിനിടയിലും അവർ തമ്മിലുള്ള ആ സ്നേഹം, അവർ തമ്മിലുള്ള ആ കരുതല്, അവർ തമ്മിലുള്ള ആ ഐക്യത നഷ്ടപ്പെട്ടു പോകാതെ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചാൽ, അത് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറയാം, അവിടെ പിശാച് കയറാൻ ഒക്കെയല്ല, അവിടെ പിശാച് വരാൻ ഒക്കെയല്ല. കഴിയുന്നതും ഒരുമിച്ച് തന്നെ ജീവിക്കണം. അല്ല, ഇനി ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ മനസ്സുകൊണ്ടൊന്നാകണം, നിങ്ങൾ മാനസികമായി ഒന്നായിരിക്കണം. ഒരേ ചിന്തയിലൂടെ പോകുമ്പോഴാണ് ജാഗ്രതയും വിശ്വസ്തതയും സ്നേഹവും കരുതലും ഒക്കെ ഒരുമിച്ച് കൊണ്ടു നടക്കാൻ എവിടെയാണെങ്കിലും കൊണ്ടു നടക്കുമ്പോഴാണ് ആ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ ഇടയായിത്തീരുന്നത്. എപ്പോഴാണോ ഇവർ രണ്ടായി പിരിഞ്ഞത്, ആ സമയത്താണ് ഈ പിശാച് ആ ഹവ്വയുടെ അടുത്തേക്ക് വരാൻ ഇടയായി തീർന്നത് എന്നാണ് മനസ്സിലാക്കാൻ ഇടയായി തീർന്നത്. അങ്ങനെ അവർ പാപത്തിലായി തീർന്നു. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അവർ മാറിപ്പോയി. ഞാൻ ഒന്നുകൂടെ പറയാൻ പ്രിയമുള്ളവരെ, അവര് അങ്ങനെ ആ ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം അവർ ചെയ്തു. അവർ ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്ത ശേഷം ദൈവം അവരെ വിട്ട് മാറിപ്പോയില്ല. പാപം ചെയ്ത ആദാം ഹവ്വ ദമ്പതികളിൽ നിന്ന് ദൈവം മാറിപ്പോയില്ല. ദൈവം ആ കാലത്തും, ദൈവം ഇവര് പാപം ചെയ്ത ശേഷവും ദൈവം പതിവ് പോലെ കർത്താവ് ആ ഏദൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നു. ദൈവത്തിന് അറിയാം ഇവര് പാപം ചെയ്തെന്ന്, ദൈവത്തിന് അറിയാം ഇവര് തെറ്റ് ചെയ്തെന്ന്. എന്നിട്ടും ദൈവം ഇറങ്ങി വരിക, അവരുടെ കൂടെ നടക്കാൻ, അവരെ കാണാൻ, അവരോട് ഒരുമിച്ച് ജീവിക്കാൻ, അവരോടൊന്ന് മിണ്ടാൻ കർത്താവ് ആഗ്രഹിച്ച് കർത്താവ് ഇറങ്ങി വരുക പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ പാപം ചെയ്തപ്പോൾ നിങ്ങളെ ദൈവം വിട്ടുപോയില്ല. ദൈവം നിങ്ങൾ പാപം ചെയ്തു എന്ന കാരണം കൊണ്ട് ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചില്ല. ദൈവം നിങ്ങളെ വിട്ടു മാറുകയല്ല ചെയ്തത്. പാപം ചെയ്തപ്പോൾ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്തത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ. നമ്മളാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോയത്. ദൈവം നമ്മളെ വിട്ടു മാറിയിട്ടില്ല. ദൈവം പതിവ് പോലെ, ഇന്നലെ വന്നതുപോലെ, കഴിഞ്ഞ ആഴ്ച വന്നതുപോലെ, കർത്താവ് ഇതിനു മുമ്പ് എങ്ങനെയാണോ ദൈവം മനുഷ്യനോട് ഇടപെട്ടത്, അതുപോലെ തന്നെ ദൈവം ഇറങ്ങി വരുന്നു. ദൈവം അതുപോലെ തന്നെ ഇവരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അവരോട് ഒരുമിച്ച് ജീവിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പക്ഷേ പാപം ചെയ്ത മനുഷ്യന് ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ പറ്റാതെ വന്ന് അവൻ പാപിയാണെന്നുള്ള കുറ്റബോധം, പാപബോധം അവനെ ഭരിച്ചിട്ട് അവൻ ദൈവത്തെ വിട്ട് അകന്നു മാറുകയാണ് ചെയ്തത്. ദൈവമല്ല അകന്നു മാറിയത്, ഈ മനുഷ്യനാണ് ദൈവത്തെ വിട്ട് അകന്നു മാറിയത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടപ്പോ, ആ കുടുംബത്തിൽ നിന്ന് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു. ദൈവ സാന്നിധ്യമല്ല, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ആ കുടുംബം മാറിയപ്പോൾ അവിടെ സംഭവിച്ചത് പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ട് പഴിചാരലുകളും കുറ്റപ്പെടുത്തലുകളും ആ കുടുംബത്തിൽ ആരംഭിച്ചു. അതുവരെ അവരൊന്നായിരുന്നു, അവരൊരുമിച്ചായിരുന്നു, അവർ സന്തോഷത്തോടെയായിരുന്നു ജീവിക്കുന്നത്. എന്നാൽ പാപം ചെയ്തപ്പോ, ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടപ്പോ, ദൈവവുമായിട്ടുള്ള ബന്ധം വിട്ടപ്പോ പ്രിയമുള്ളവരെ, അവർ പരസ്പരം പഴിചാരാൻ തുടങ്ങി. അവർ പരസ്പരം കുറ്റാരോപണങ്ങൾ നടത്താൻ തുടങ്ങി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാ കാര്യം അറിയാമോ? ഇപ്പോൾ ദൈവ സാന്നിധ്യത്തെ അവർക്ക് ഭയമാണ്. ദൈവ സാന്നിധ്യം അവർക്ക് ഇഷ്ടമില്ല. ദൈവ സാന്നിധ്യം വരുമ്പോ കർത്താവിന്റെ കാര്യം ഓർക്കുമ്പോ അവർക്ക് ഭയമാണ്. അതുകൊണ്ട് ദൈവം വരുന്നത് കണ്ടപ്പോഴേ അവര് ഒരു മരത്തിന്റെ മറവിൽ ഒളിച്ചിരിക്കാൻ ഇടയായി തീർന്നു പ്രിയമുള്ളവരെ. അങ്ങനെ ദൈവ സാന്നിധ്യം ഭയപ്പെട്ട് ദൈവ സാന്നിധ്യത്തെ വിട്ട് മാറുമ്പോഴാണ് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. ദൈവം അവരുടെ സൃഷ്ടാവും പിതാവും ആകയാൽ അവരെ അന്വേഷിച്ച് കർത്താവ് ഇറങ്ങിയത്. കർത്താവിന് പോകാൻ ഇരിക്കുകയില്ല. കാര്യം അറിയാമോ? ദൈവം അവരെ സൃഷ്ടിച്ചത്, കർത്താവ് അവരുടെ പിതാവ്, ദൈവം അവരുടെ പിതാവ്. അതുകൊണ്ട് ദൈവത്തിന് അവരെ ഉപേക്ഷിക്കാൻ ഒക്കുകയില്ല. ദൈവം ഉപേക്ഷിക്കുന്നില്ല. നിങ്ങളെ ദൈവം ഉപേക്ഷിച്ചിട്ടില്ല. കർത്താവ് നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല.
ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചെന്ന്. തോന്നല. നമ്മൾ മാനസികമായി ദൈവത്തിൽ നിന്ന് മാറിപ്പോയത് കൊണ്ടാണ്. ദൈവം നിങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. കർത്താവ് നിങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റില്ല. കാര്യം കർത്താവിന്റെ മക്കളാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളായതുകൊണ്ട്. നമ്മൾ പ്രത്യേകിച്ച് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മളും മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം ദൈവവും ഭക്തരും ആയിട്ടുള്ള ബന്ധമല്ല. നമ്മൾ ദൈവത്തിന്റെ ഭക്തരായിട്ടല്ല കർത്താവ് നമ്മളെ കാണുന്നത്. പകരം കർത്താവ് നമ്മളെ കാണുന്നത് മക്കളായിട്ടാണ് കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവം മക്കളാകാൻ കർത്താവ് അനുവാദം കൊടുത്തു, അധികാരം കൊടുത്തു. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങൾ പറയട്ടെ, ഞാൻ നിങ്ങളും ദൈവത്തിന്റെ മക്കളാണ്. നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ തെറ്റുപറ്റിയാൽ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ നമ്മൾ അവരുടെ കൂടെ നിൽക്കും. നമ്മൾ അവരുടെ കൂടെ നിന്ന് അവരെ കൈത്താങ്ങി അവരെ അതിൽ നിന്ന് രക്ഷിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ദൈവം അങ്ങനെ തന്നെയാ. കർത്താവിനും അതിൽ നിന്ന് വ്യത്യാസമൊന്നുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റ് പറ്റിയെങ്കിൽ, നിങ്ങൾ ദൈവത്തിൽ നിന്നും അകന്നു പോയെങ്കിൽ, ഞാൻ നിങ്ങൾ പറയട്ടെ, കർത്താവ് നിങ്ങളെ വിട്ട് ഓടിപ്പോകുന്നില്ല. കർത്താവ് നിങ്ങളെ ഉപേക്ഷിച്ച് കളയുന്നില്ല. കർത്താവ് നിങ്ങളെ തള്ളിക്കളയുന്നില്ല. കർത്താവ് ഇനി നിങ്ങൾ നരകത്തിൽ പോയിക്കോട്ടെ എന്ന് കർത്താവ് ചിന്തിക്കുന്നില്ല. വീണ്ടും നിങ്ങളെ തിരിച്ചു കൊണ്ടുവരുവാൻ, വീണ്ടും നിങ്ങളെ കർത്താവിന്റെ കൂടെ ആക്കാൻ, വീണ്ടും കർത്താവിന് നിങ്ങളെ ചേർത്ത് പിടിക്കാൻ കർത്താവിന് ആഗ്രഹം. അതിനുവേണ്ടി കർത്താവ് നിങ്ങളെ അന്വേഷിച്ചിറങ്ങുക. ഞാൻ നിങ്ങൾ പറയാം, ഇന്ന് രാവിലെ ഈ മാധ്യമത്തിലൂടെ കർത്താവ് നിങ്ങളെ തപ്പി ഇറങ്ങിയേക്കുക. കർത്താവ് നിങ്ങളെ തേടി വന്നേക്കുക. നിങ്ങൾ തിരിച്ചു വരാൻ, നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് ഇറങ്ങി വന്ന് നിങ്ങളെ തിരിച്ചു കൊണ്ടുപോവുക. നിങ്ങൾ ഇങ്ങോട്ട് എന്റെ അടുത്തേക്ക് വരാൻ പറയുമല്ല, പകരം കർത്താവ് ഇറങ്ങി വന്ന് നമ്മളെ ചേർത്ത് കൊണ്ടുപോകാൻ, തിരിച്ചു കൊണ്ടുപോകാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ. അപ്പോ ആ സൃഷ്ടാവായ പിതാവായ ദൈവത്തിന് മനുഷ്യനെ ഉപേക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ട് ആദാം ഹവ്വ ദമ്പതികളെ തേടി കർത്താവ് വീണ്ടും ഭൂമിയിലേക്ക് വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ ദൈവം തമ്പുരാൻ വന്നു കണ്ടപ്പോ, ദൈവം തമ്പുരാൻ വന്നപ്പോ ഇവര് പൊളിച്ചിരിക്കുവാണ്. ഇവർക്ക് കർത്താവിന് മുമ്പ് വരാൻ പറ്റുന്നില്ല. ദൈവം അവനെ വിളിച്ചു. ആദാമേ, നീ എവിടെയാ എന്ന് കർത്താവ് ചോദിച്ചു. എവിടെയാന്ന് ചോദിച്ചപ്പോ ആദാം പറയാ, ഞാൻ നഗ്നനാകൊണ്ട് ഞാൻ ഒളിച്ചിരിക്കുക, ഞാൻ മറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു. ഈ ആദാം ദൈവവുമായിട്ട് അവർ ഒരുമിച്ച് വന്ന് കണ്ടപ്പോ, സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഈ ആദാം പറഞ്ഞില്ല, എനിക്ക് തെറ്റുപറ്റിപ്പോയി കർത്താവേ, ഞാനൊരു തെറ്റുപറ്റി, എനിക്കൊരു തെറ്റ് സംഭവിച്ചു എന്ന് ഈ ആദാം പറഞ്ഞില്ല. കർത്താവിനോട്, കർത്താവെ എന്നോട് ക്ഷമിക്കണം കർത്താവെ, ഞാൻ തെറ്റിലായി പോയി, എന്റെ ജീവിതത്തിൽ പാപം സംഭവിച്ചു പോയി എന്ന് ആദാം ദൈവത്തോട് പറയുകയോ ഒന്നും ചെയ്യുന്നതിന് പകരം പഴിചാരാൻ ആരംഭിച്ചു, കുറ്റപ്പെടുത്താൻ ആരംഭിച്ചു, കുറ്റാരോപണത്തിന് തയ്യാറാവുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിലും തെറ്റുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ സാഹചര്യങ്ങളെ പഴിചാരാറുണ്ട്. നമ്മൾ ചില വ്യക്തികളെ പഴിചാരാറുണ്ട്. അവര് കാരണമാ, അവരല്ലായിരുന്നെങ്കിൽ, അവരങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ, അവരിങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കുകയില്ലായിരുന്നു, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത് അവര് കാരണമാ, ഇവര് കാരണമാ എന്നൊക്കെ നമ്മൾ പഴിചാരുന്നത് നമ്മൾ ദൈവത്തിൽ നിന്നുള്ള ബന്ധം വിട്ടുപോയത് കൊണ്ടാ, നമ്മൾ ദൈവമായിട്ട് അകന്നു പോയത് കൊണ്ടാ. ഈ ആദാം പറയാ, ആദാം അവിടെ കുറ്റാരോപണമാണ് ചാർത്തുന്നത്. ആദാം അവിടെ കുറ്റം ആരോപിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആദാം പറയുന്നു, ആ സ്ത്രീ ദൈവസ്നേഹ, അവിടെ ഹവ്വയെ വിളിക്കുന്നത് ആ സ്ത്രീ, നീ എന്നോട് കൂടെ ഇരിക്കാൻ തന്ന ആ സ്ത്രീ എന്നാണ് പറഞ്ഞത്. എന്നാൽ അതിനു മുമ്പ് ദൈവം മനുഷ്യനെ, ഈ ഹവ്വയെ സൃഷ്ടിച്ച് ആദാമിന്റെ അടുത്തേക്ക് കൊണ്ടിരുമ്പോ അന്നേരം പറഞ്ഞത് ആ സ്ത്രീ എന്നല്ല പറഞ്ഞത്, എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവും എന്നാ ആദാം പറഞ്ഞത്. അന്ന് ഭയങ്കര സ്നേഹമായിരുന്നു. അന്ന് ഭയങ്കര വളരെ വളരെ അവർ തമ്മിൽ ഭയങ്കര ബന്ധവും സ്നേഹവും ഉണ്ടെന്ന് ഈ ആദാമിന് അറിയാമായിരുന്നു. എന്നാൽ ഈ സമയം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അവിടെ ദൈവത്തോട് പറയാ, നീ എന്നോട് കൂടെ ഇരിക്കാൻ തന്ന ഈ സ്ത്രീ എന്നാണ് അവിടെ പറയുന്നത്. പ്രിയമുള്ളവരെ, സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും കരുതലിന്റെയും ആദരവിന്റെയും ഭാവങ്ങൾ ആദാമിനെ വിട്ടുപോയി. എപ്പോഴാണോ നമ്മൾ ദൈവത്തെ വിട്ട് മാറുന്നത്, ദൈവത്തിൽ അകന്നു പോകുന്നത്, ആ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് സ്നേഹം ഇല്ലാതെയായി തീരും. പരസ്പര സ്നേഹം നഷ്ടപ്പെട്ടു പോയത് അവരുടെ കയ്യിലെ കുഴപ്പം കൊണ്ടല്ല, ഹവ്വയുടെ കയ്യിലെ കുഴപ്പം കൊണ്ടല്ല, കർത്താവിൽ നിന്ന് അകന്നു പോയത് കൊണ്ടാ, കർത്താവിൽ നിന്ന് നമ്മൾ മാറിപ്പോയത് കൊണ്ടാ. വിശ്വാസം നഷ്ടപ്പെട്ടത് ദൈവത്തിൽ നിന്ന് മാറിപ്പോയത് കൊണ്ടാ. കർത്താവിൽ വിശ്വസിക്കുന്ന നമുക്ക് അവിശ്വാസത്തിന്റെ കാര്യമില്ല, നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. കാര്യം എന്താണെന്നറിയാമോ? കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന കർത്താവാ. അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവസ്നേഹം വിട്ടുപോകുമ്പോ, ദൈവ സാന്നിധ്യം വിട്ടുപോകുമ്പോ, ദൈവത്തിൽ നിന്ന് വിട്ടുപോകുമ്പോഴാണ് നമ്മുടെ പരസ്പരമുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നത്, പരസ്പരമുള്ള കരുതൽ നഷ്ടപ്പെട്ടു പോകുന്നത്, പരസ്പരമുള്ള വിശ്വാസവും ആശ്രയവും നഷ്ടപ്പെട്ടു പോകുന്നത്. എപ്പോഴാണെന്ന് അറിയാമോ? അത് കർത്താവിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോഴാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് കർത്താവിന്റെ അടുത്തേക്ക് ഓടി വരാം. സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഇന്ന് രാവിലെ ഒന്ന് ഓടി വരാം. അങ്ങനെ ഓടി വന്നാൽ നമ്മുടെ കുടുംബം വീണ്ടും അനുഗ്രഹിക്കപ്പെടുമെന്നാണ് നമുക്ക് മനസ്സിലാകാനിടയായി തീരുന്നത്. അവരങ്ങനെ
അവരുടെ ജീവിതത്തിൽ കുറ്റാരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കൊണ്ട് ഇവര് ജീവിക്കുന്ന ഒരു കാലഘട്ടം അവരുടെ ജീവിതത്തിൽ വീണ്ടും ഉണ്ടായി എന്നാണ് മനസ്സിലാക്കേണ്ടതായിത്തീരുന്നത്. ആ ആദാം ആദ്യം ഭർത്താവിൽ നിന്ന് ഈ ഹൗവ അകന്നുപോയി. ആദ്യം അകന്നത് ദൈവത്തിൽ നിന്നല്ല, ആദ്യം ഈ ഹൗവ അകന്നു പോയത് ഭർത്താവിൽ നിന്നാ. ഈ പാമ്പ് വരുന്ന സമയത്ത് ഭർത്താവ് അവിടെ ഇല്ല, ഭർത്താവില്ലാതെ ഇവൾ ഒറ്റയ്ക്ക് അവിടെ ഉള്ളത്. അങ്ങനെ ഭർത്താവിൽ നിന്ന് അല്ലെങ്കിൽ ഈ ജീവിത പങ്കാളിയിൽ നിന്ന് ഇവരെപ്പോഴാണോ അകന്നു പോയത്, അപ്പോഴാണ് പിശാചിന് അവിടെ ഇടകിട്ടിയത് എന്നാണ് മനസ്സിലാക്കേണ്ടതായിത്തീരുന്നത്. അപ്പോ ജീവിത പങ്കാളികൾ ഒരു മനസ്സോടെ ഒരുമിച്ച് ജീവിക്കുമ്പോ അവിടെ പിശാചിന് ഇടയില്ല, പിശാചിനവിടെ സാധ്യതയില്ല, പിശാചിനവിടെ കയറാൻ പറ്റത്തില്ല. അപ്പോ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നിടത്തോളം കാലം പിശാച് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് പിശാചിനെ തൊടാനൊക്കെയല്ല പ്രിയമുള്ളവരെ. ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവിടെ ദൈവസാന്നിധ്യമുണ്ട്, അവിടെ പ്രാർത്ഥനയുണ്ട്, അവിടെ ഐക്യതയുണ്ട്, അവിടെ സ്നേഹമുണ്ട്. മാറിപ്പോകുമ്പോ ഇതില്ലാതെ വരും. അവിടെയാണ് പിശാച് വരാനിടയായിത്തീരുന്നത്. ദൈവത്തെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തവർ അകന്നു പോകാനിടയായിത്തീർന്നു. നമുക്കിന്ന് തിരിച്ചു വരാം. ആദ്യം നമ്മൾ തിരിച്ചു വരേണ്ടത് കർത്താവിന്റെ അടുത്തേക്കാ. കർത്താവിന്റെ അടുത്തേക്ക് അടുത്ത് വരുമ്പോ നമ്മൾ ഒന്നായി തീരേണ്ടതായിത്തീരും. അവര് ഹൗവ ആദ്യം ആദാമിൽ നിന്നകന്നു, പിന്നെ ആണ് ആ ദൈവത്തിൽ നിന്ന് അകലാനിടയായി തീർന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു കുടുംബജീവിതം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ, അത് ഒരു മനുഷ്യന് ചിലപ്പോ നല്ല രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരികയല്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് ഒരു വേദഭാഗങ്ങൾ വായിക്കാം. നമുക്ക് അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 7-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 7-ാമത്തെ വാക്യം. സകല മനുഷ്യരും എന്നെ പോലെ ആയിരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. എങ്കിലും ഒരുവന് ഇങ്ങനെയും ഒരുവന് അങ്ങനെയും താന്റെ കൃപാവരം ദൈവം നൽകിയിരിക്കുന്നു. അവിടെ അപ്പോസ്തലൻ പൗലോസ് പറയാം, എല്ലാ മനുഷ്യനും എന്നെ പോലെ ആകണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. പൗലോസ് എന്നെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോ പൗലോസ് അവിവാഹിതനായിരുന്നു എന്നും അല്ല ഭാര്യ തന്നെ വിട്ടുപോയി എന്നും ഒക്കെയുള്ള ചിന്താഗതികൾ വേദപഠിതാക്കളുടെ ഇടയിലുണ്ട്. അപ്പോൾ എന്തായാലും ഈ ലേഖനം എഴുതുമ്പോഴും സുവിശേഷ വേല ചെയ്യുമ്പോഴും ഒക്കെ അപ്പോസ്തലൻ പൗലോസ് ഒരു ജീവിത പങ്കാളിയുടെ കൂടെ അല്ല എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് പൗലോസ് പറയാ, എല്ലാവരും എന്നെ പോലെ ഒറ്റയ്ക്ക് ജീവിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ അതങ്ങനെ എല്ലാവർക്കും ജീവിക്കാൻ പറ്റിയല്ല എന്ന് പറഞ്ഞു പറയാ. ഒരുവന് അങ്ങനെയും ഒരുവന് ഇങ്ങനെയും ദൈവം വരം നൽകിയിരിക്കുന്നു, കൃപാവരം നൽകിയിരിക്കുന്നു. അപ്പൊ ഞാൻ നിങ്ങൾ പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബജീവിതം എന്ന് പറയുന്നത് നമ്മുടെ കഴിവല്ല. നമ്മുടെ കുടുംബജീവിതം നന്നായിട്ട് കൊണ്ടു നടക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, പകരം ദൈവത്തിന്റെ കൃപ കൊണ്ടാ. ഞാൻ നിങ്ങൾ പറയാം, ഇന്ന് നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മുടെ കുടുംബം കുഴപ്പമില്ല, ഞങ്ങളുടെ കുടുംബം നന്നായിട്ടാ പോകുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറയാം, അത് നിങ്ങളുടെ പ്രത്യേകത കൊണ്ടല്ല, അത് ദൈവത്തിന്റെ കൃപയാ. അവിടെ പറയാം, ഒരുവന് അങ്ങനെയും എന്ന് പറഞ്ഞാൽ ഒരുവന് ഒറ്റയ്ക്ക് ജീവിക്കാൻ, ഒരുവന് ഇങ്ങനെയും എന്ന് പറഞ്ഞാൽ അവർക്ക് പിരിഞ്ഞു ജീവിക്കാൻ. അപ്പൊ പിരിഞ്ഞ് വിവാഹം കഴിച്ച് പിരിഞ്ഞു ജീവിക്കുകയല്ല, വിവാഹം കഴിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കുക. അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാനും ഒരുമിച്ച് ജീവിക്കാനും ദൈവത്തിന്റെ കൃപ വേണം. ഹല്ലേലൂയ. ഞാൻ ആദ്യമേ ഓർപ്പിച്ചല്ലോ, ഒരുമിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് 2 മനുഷ്യനാണ്, 2 വ്യക്തിത്വങ്ങളാണ്. അവര് ഒരുമിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ശകലം പ്രയാസമാണ്. ആ പ്രയാസത്തെ ഇല്ലാതെയാക്കാൻ ദൈവത്തിനേ കഴിയത്തുള്ളൂ. ദൈവത്തിനാണ് നമ്മുടെ ഒരുമിച്ച് ജീവിപ്പിക്കാൻ പറ്റുന്നത്. ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചല്ലോ, പണ്ട് ഞാൻ എന്റെ അപ്പന്റെ അമ്മയുടെ ജീവിതത്തെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചിട്ടില്ല, സന്തോഷത്തോടെ ജീവിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. അവരൊരുമിച്ച് യാത്ര ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല, ഒരുമിച്ച് എങ്ങും അവർ പോകാറില്ല. എന്നെ കാര്യം അറിയാവോ, അവർക്ക് അങ്ങനെ പറ്റിയല്ലായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങൾ പറയട്ടെ, യേശുവിനെ എപ്പോഴാണോ സ്വീകരിച്ചത്, യേശുവിനെ എപ്പോഴാണോ കർത്താവായി സ്വീകരിച്ചത്, അതിനുശേഷം എൻ്റെ അപ്പനും അമ്മയും ഒരുമിച്ചേ യാത്ര ചെയ്തിട്ടുള്ളൂ, ഒരുമിച്ചേ അവർ ജീവിച്ചിട്ടുള്ളൂ. എവിടെ പോയാലും അവരൊരുമിച്ചായിരുന്നു പോകുന്നത്. എന്റെ കാര്യം അറിയാവോ, അവരെ ഒന്നിച്ചാക്കാൻ ദൈവത്തിനായിരുന്നു പറ്റുന്നത്, ദൈവത്തിനെ കൊണ്ടായിരുന്നു പറ്റുന്നത്. അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് പറയാം, നമ്മളെ ഒന്നിച്ച് ജീവിപ്പിക്കാൻ പറ്റുന്നത് കർത്താവിന്റെ കൃപയാ, ദൈവത്തിന്റെ കൃപയാ. ഒറ്റയ്ക്ക് ജീവിക്കണമെങ്കിലും അതിനും കൃപ വേണം. ഇവിടെ പൗലോസ് പറയാ, ഒറ്റയ്ക്ക് ജീവിക്കാനും ദൈവത്തിന്റെ കൃപ വേണം, ഒരുമിച്ച് ജീവിക്കാനും കർത്താവിന്റെ കൃപ വേണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ നമുക്ക് കർത്താവിന്റെ കർത്താവെ, ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ, ഞങ്ങളുടെ കുടുംബം ഒരു സ്വർഗ്ഗമായി മാറ്റാൻ കർത്താവെ അങ്ങേക്ക് പറ്റുമല്ലോ. അങ്ങ് എന്റെ കുടുംബത്തെ ഒരു സ്വർഗ്ഗമാക്കി മാറ്റണം കർത്താവെ എന്ന് പറഞ്ഞാൽ കർത്താവ് നിങ്ങളെ സ്വർഗ്ഗമാക്കി മാറ്റും. നിങ്ങളുടെ കുടുംബത്തെ കർത്താവ് സ്വർഗ്ഗമാക്കി മാറ്റാൻ
കർത്താവിന് കഴിയും എന്നാണ് മനസ്സിലാക്കാനിടയായിത്തീരുന്നത്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമയിൽ പുലരും എന്നൊരു ചൊല്ലുണ്ട് പ്രിയമുള്ളവരെ. അപ്പൊ ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് ഇരിക്കുക, കർത്താവുമായി ഒരുമിച്ച് ബന്ധം ഉണ്ടായിരിക്കുക. ഇവര് ദൈവത്തിന്റെ കൂടെ ഏദൻ തോട്ടത്തിൽ കർത്താവിന്റെ കൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് പിശാചിന് വരാൻ പറ്റിയല്ല, പിശാചിന് അവരുടെ ജീവിതത്തിൽ തൊടാനൊക്കെയല്ല, അവരുടെ അങ്ങോട്ട് എത്തി നോക്കാൻ പിശാചിനൊക്കെയല്ല. ഞാൻ നിങ്ങൾ പറയാം, നമ്മുടെ കുടുംബത്തിലും കർത്താവ് ഉണ്ടാകട്ടെ, നമ്മുടെ കുടുംബത്തിലും ഒരുമിച്ചിരിക്കുന്ന, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ. അങ്ങനെ നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി തീരും. നമ്മുടെ കുടുംബം ഏറ്റവും സന്തോഷം നിറഞ്ഞതായി തീരും പ്രിയമുള്ളവരെ. അപ്പൊ ഒരുമിച്ച് ജീവിക്കുന്ന, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം അവര് ഒരുമയിൽ പുലരുമെന്ന് ഉള്ള ആ ചൊല്ല് അർത്ഥപൂർണമാണ്. അത് അങ്ങനെ തന്നെ ആയിത്തീരാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ പ്രിയമുള്ളവരെ. അവർ അങ്ങനെ ദൈവത്തെ വിട്ടു മാറി പാപം ചെയ്ത് ചെയ്തുകൊണ്ട് എന്താണ് സംഭവിച്ചതറിയാവോ? അവർക്കുണ്ടായ തലമുറകൾ പാപമുള്ള തലമുറയായി മാറി. അവിടെയാണ് കുലപാതകം ഉണ്ടാകുന്നത്, അവിടെയാണ് സഹോദര സ്നേഹം ഇല്ലാതായിത്തീരുന്നത്, അവിടെയാണ് വഴക്കും ബഹളവും കൊലപാതകവും ഒക്കെ ഉണ്ടായത്. അവരുടെ ആ പാപം ചെയ്ത് പാപത്തിൽ ജീവിച്ച ആദാം ഹവ്വ ദമ്പതികളുടെ ജീവിതത്തിലാണ്. എന്നാൽ അവര് അന്ന് ദൈവം വന്നപ്പോ കർത്താവിനോട് പറയാറുണ്ട്, കർത്താവ് എന്റെ ജീവിതത്തിൽ തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ കർത്താവ് ക്ഷമിക്കുമായിരുന്നു. കർത്താവ് ക്ഷമിക്കുന്നവനാ, മഹാകരുണയുള്ളവനാ നമ്മുടെ കർത്താവ്. അത് ചെയ്യാതെ അവരുടെ ആ ഇഷ്ടത്തിന് അവർ പരസ്പരം കുറ്റപ്പെടുത്തി, അവരാരും താഴാൻ ആഗ്രഹിക്കാതെ അവർ പരസ്പരം കുറ്റപ്പെടുത്തി അവർ ജീവിച്ചത് കൊണ്ട് അവർക്കുണ്ടായ തലമുറകൾ അവര് പരസ്പര സ്നേഹമില്ലാത്തവരായി മാറി, അവർ പരസ്പരം പ്രശ്നം ഉണ്ടാക്കുന്നവരായി തീർന്നു, കൊലപാതകികളായി മാറി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ വിട്ട് മാറുമ്പോൾ അതിന്റെ തിക്താനുഭവങ്ങൾ നമുക്ക് മാത്രമല്ല തലമുറകളിലേക്ക് കൂടെ വ്യാപരിക്കും എന്നുള്ള കാര്യം മറന്നു പോകരുത്. 10 കൽപ്പന കൊടുക്കുമ്പോൾ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തെ വിട്ടു പോകുന്നവരുടെ 2-3 തലമുറ വരെ കർത്താവ് സന്ദർശിക്കും. അവരുടെ 2-3 തലമുറകൾ കർത്താവിനെ സന്ദർശിക്കപ്പെടും. കർത്താവിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. എന്നാൽ തീർന്നില്ല. കർത്താവ് ഇങ്ങനെ പറയുന്നത്: ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തെ ബഹുമാനിക്കുന്നവരുടെ 1000 തലമുറകൾ കർത്താവ് 1000 തലമുറയെ കർത്താവ് അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിന്റെ കൂടെ ജീവിക്കാം. നമ്മുടെ കുടുംബത്തിൽ കർത്താവുള്ള കുടുംബമായി തീരട്ടെ, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ, നമുക്ക് കർത്താവിനെ സ്നേഹിക്കുന്നവരായി ജീവിക്കാം. അങ്ങനെ ജീവിച്ചാൽ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതായി തീരും, നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടതായി തീരും. നമ്മുടെ തലമുറകളെ കർത്താവിന് അനുഗ്രഹിക്കാൻ കഴിയും എന്ന് ഇന്ന് രാവിലെ ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് അവരുടെ കുടുംബം അവരൊരുമിച്ച് ജീവിക്കാതെ വന്നപ്പോൾ, അവർ പ്രതിസന്ധിയിലൂടെ പോയപ്പോൾ അവരുടെ മക്കൾ അസൂയയും വിദ്വേഷവും സ്വാർത്ഥതയുമുള്ളവരായി മക്കൾ മാറാനിടയായി തീർന്നു. അപ്പം മക്കൾ അങ്ങനെ ആയി തീർന്നതിന്റെ കാരണക്കാര് ഇവരാണ്. ഇവരുടെ കുടുംബത്തിൽ നിന്ന് ദൈവസാന്നിധ്യത്തിൽ നിന്ന് ഇവർ മാറിപ്പോയത് കൊണ്ടാണ് എന്ന് ഓർക്കണം. അതുകൊണ്ട് നമ്മൾ എപ്പോഴെങ്കിലും ദൈവസാന്നിധ്യത്തിൽ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനയില്ലെങ്കിൽ, നമുക്ക് കർത്താവുമായിട്ട് ബന്ധമില്ലെങ്കിൽ, നമ്മൾ സഭായത്തിൽ പോകുന്നവരല്ലെങ്കിൽ, ഇന്ന് നമുക്ക് തീരുമാനിക്കാം, ഞാൻ കർത്താവുമായിട്ട് ബന്ധത്തിലേക്ക് വരാൻ പോവുക. എനിക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടെ കർത്താവുമായിട്ട് അടുത്ത് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടി മാത്രമല്ല, എന്റെ തലമുറകൾക്ക് വേണ്ടി, എനിക്ക് ഉണ്ടാകാൻ കർത്താവ് എനിക്ക് തരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി കർത്താവെ, ഞാൻ കർത്താവിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാമോ? അങ്ങനെ പറഞ്ഞാൽ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാനിടയായി തീരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനിടയായി തീരുന്നത്. പ്രിയമുള്ളവർ, ദൈവത്താൽ സ്ഥാപിതവും മനുഷ്യന്റെ നിലനിൽപ്പിനും പുരോഗതിക്കും ഏറ്റവും ആവശ്യമായ കുടുംബത്തെ ഭദ്രമായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ദൈവത്താൽ സ്ഥാപിതമാണ്, ദൈവിക പദ്ധതിക്ക് വേണ്ടിയാണ് നമ്മുടെ ഭൂമിയിൽ കർത്താവ് ആക്കിയിരിക്കുന്നത്. നമ്മുടെ കുടുംബം നമ്മുടെ സ്വന്തമായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, പകരം ദൈവത്തിന്റെ പ്ലാനിനും ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയാണ്. ആദാം ഹവ്വ ദമ്പതികളെ ദൈവം ആക്കുമ്പോൾ ദൈവം അവർക്ക് ഒരു പദ്ധതി കൂടെ കൊടുത്തിരുന്നു, ഒരു പ്ലാൻ കൂടെ കൊടുത്തിരുന്നു. കർത്താവ് പറയാ, നിങ്ങൾ ഇവയെല്ലാം മേയിക്കണം, നിങ്ങൾ ഈ കാണുന്ന എല്ലാത്തിനും നിങ്ങൾ ഭരിക്കണം, അതിനെല്ലാം നിങ്ങൾ വാഴണം. അത് കർത്താവ് കൊടുത്ത ഒരു ദൗത്യമാണ് അവർ കൊടുത്തത്. 2, കർത്താവ് കൊടുത്ത ദൗത്യം, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയണം. അപ്പൊ ദൈവത്തിന്റെ പദ്ധതികൾ, ദൈവത്തിന്റെ പ്ലാനുകൾ ഭൂമിയിൽ നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ദൈവം തമ്പുരാൻ മനുഷ്യനെ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത്. ആ ദൈവത്തിന് പകരം ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനാ കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. പ്രിയമുള്ളവർ, നമ്മുടെ കുടുംബം അങ്ങനെ ദൈവത്തിന് പകരം ഉപയോഗിക്കപ്പെടുന്ന, ഈ ഭൂമിയിൽ കർത്താവിന് പകരം ഉപയോഗിക്കപ്പെടുന്ന കുടുംബമായി തീരാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആദാം ഹവ്വ ദമ്പതികൾ, അവർക്ക് ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചല്ലോ, അവരുടെ ജീവിതത്തിൽ വേറെ ആരും അവർക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാഞ്ഞു. അയലോകക്കാര് കാരണം എന്ന് പറയാൻ പറ്റിയല്ല, അമ്മായിമ്മ കാരണം എന്ന് പറയാൻ പറ്റിയല്ല, അമ്മായിപ്പ കാരണം എന്ന് പറയാൻ പറ്റിയല്ല, നാട്ടിൽ നിന്ന് ആരുടെയും സമ്മർദ്ദങ്ങളില്ലായിരുന്നു അവരെ പാപത്തിലേക്ക് വലിക്കാൻ, അവരുടെ സ്നേഹത്തിൽ നിന്ന് അകറ്റിക്കളയാൻ നാട്ടിൽ പുറത്തുനിന്ന് യാതൊരു ഇടപാടുകളും ഉണ്ടായിരുന്നില്ല. അവരുടെ ഹൃദയം തമ്മിലാണ് മാറിപ്പോയത്. ഇന്നും ഞാൻ നിങ്ങളോട് പറയാം,
നിങ്ങളുടെ ജീവിതത്തെ രണ്ടാക്കി മാറ്റുന്നത്, നിങ്ങളുടെ ജീവിതത്തെ പരസ്പര സ്നേഹമില്ലാതാക്കി മാറ്റുന്നത് മറ്റാരുമല്ല, പുറത്തുനിന്നുള്ളൊരു ശക്തിയല്ല, പുറത്തുനിന്നുള്ളൊരു വ്യക്തിയല്ല, പകരം നിങ്ങൾ തന്നെയാ. അങ്ങനെയാണെങ്കിൽ ഒരുമിച്ചാകേണ്ടതും നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണ്. ഒരുമിച്ച് സ്നേഹിക്കേണ്ടത്, പരസ്പരം കരുതേണ്ടത്, പരസ്പരം ഒരുമിച്ച് ജീവിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ അതിന് നമുക്ക് ദൈവകൃപ വേണം. അതാണ് കൊരിന്ത്യർ നമ്മൾ വായിച്ചു കേട്ടത്. അതിന് ദൈവത്തിന്റെ കൃപ വേണം. ഇന്ന് രാവിലെ നമുക്ക് കർത്താവെ എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം, അതിനുവേണ്ടി കർത്താവെ അവിടുത്തെ ആ കൃപ എനിക്ക് വേണമെന്ന് കർത്താവിനോട് പറയാവോ പ്രിയമുള്ളവരെ? അങ്ങനെ പറഞ്ഞാൽ കർത്താവിന്റെ ആ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനിടയായിത്തീരും. പ്രഥമ കുടുംബത്തിന് സംഭവിച്ച പരാജയത്തെ പരിഹരിച്ച് ഉത്തമമായ ഒരു കുടുംബം നമുക്ക് തരാൻ വേണ്ടിയാ യേശു ഭൂമിയിലേക്ക് വന്നത്. യേശു വരുമ്പോ ഭൂമിയിലേക്ക് വന്നപ്പോ കൊരിന്ത്യർ അപ്പോസ്തലൻ പൗലോസ് അറിയോ, ഒന്നാം ആദാം ഭൂമിയിൽ നിന്നുള്ളവൻ, ഒടുക്കത്തെ ആദാം സ്വർഗത്തിൽ നിന്നുള്ളവൻ. അപ്പോ ഒന്നാം ആദാമിന് വന്ന വീഴ്ച പരിഹരിച്ച് നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഒരു ഒടുക്കത്തെ ആദാം ഭൂമിയിലേക്ക് വന്നു. അത് യേശു കർത്താവ. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ആ കർത്താവിനോട് പറയാം, കർത്താവെ എന്റെ കുടുംബത്തെ ഒന്ന് നന്നാക്കി തരണം, എന്റെ കുടുംബത്തെ നന്നാക്കി തരണം. നമ്മൾ കുറ്റപ്പെടുത്തുന്നവരായി മാറാതെ, നമ്മൾ പഴിയായിരുന്നവരായി മാറാതെ നമുക്ക് ആ ദൈവത്തോട് പറയാം, കർത്താവെ എന്റെ കുടുംബത്തെ കർത്താവെ അങ്ങ് ഒന്ന് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കാൻ കഴിയും. കർത്താവ് അത് അനുഗ്രഹിക്കാനുണ്ടായി. അതിനു വേണ്ടിയാ ആ ദൈവം തമ്പുരാൻ മനുഷ്യനായി ഭൂമിയിലേക്ക് ഒരു കുടുംബത്തിൽ പിറന്നത്. യേശു കർത്താവ് ഒരു കുടുംബത്തിലേക്കാണ് വന്നത്. എന്തിനറിയാവോ? നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാകാൻ. ആ യേശു കർത്താവ് സക്കായുടെ കുടുംബത്തിലേക്ക് ചെന്നപ്പോഴാണ് ആ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ ഇടയായിത്തീർന്നത്. ഇന്ന് പകൽ കർത്താവ് നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരാൻ ആഗ്രഹമാണ്, നമ്മുടെ കുടുംബത്തിലേക്ക് വരാൻ കർത്താവിന് ആഗ്രഹമാണ്. നമുക്ക് കർത്താവോട് പറയാം, കർത്താവെ ഞാൻ റെഡിയാ, കർത്താവെ എന്റെ കുടുംബത്തിലേക്ക് ഒന്ന് വരണമേ, എന്നെ ഒന്ന് പുതുക്കണമേ, എന്നെ ഒരു പുതിയ ആളാക്കണമേ, എന്നെ ഒരു പുതിയ ഭാര്യ, ഒരു ഭർത്താവായി പുതിയൊരു ഭാര്യയാക്കി കർത്താവ് എന്നെ മാറ്റണമേ, ഒരു കർത്താവിന് ഇഷ്ടമുള്ള ഒരു നല്ല ഭാര്യ ഭർത്താവായി ജീവിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പറഞ്ഞാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. കർത്താവ് നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കും. നമ്മുടെ കുടുംബജീവിതം ഏറ്റവും സന്തോഷം നിറഞ്ഞതായിത്തീരും എന്നാണ് മനസ്സിലാക്കാനിടയായിത്തീരുന്നത്. അതിനുവേണ്ടി ദൈവം തമ്പുരാൻ ഭൂമിയിലേക്ക് ഒരു കുടുംബത്തിലേക്ക് വന്നു പിറന്നു. ഇന്ന് കർത്താവ് നമ്മുടെ കുടുംബത്തിലേക്ക് വരട്ടെ. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് നമ്മൾ ലോകം മുഴുവൻ കർത്താവിന്റെ ആ പിറവി തിരുനാള് കൊണ്ടാടാനിടയായി തീർന്നു, ആഘോഷിക്കാനിടയായി തീർന്നു. ഞാൻ നിങ്ങൾ പറയട്ടെ, നമ്മുടെ കുടുംബത്തിൽ കർത്താവ് ജനിച്ചോ? നമ്മുടെ കുടുംബത്തിൽ വന്നു. ആ കർത്താവിനെ നമ്മുടെ കുടുംബത്തിലേക്ക് ഒന്ന് വിളിക്കാം. നമ്മുടെ കുടുംബത്തിലേക്ക് ആ കർത്താവ് വന്നാൽ നമ്മുടെ കുടുംബം ഏറ്റവും സന്തോഷമായി തീരും. ആ പാപം ചെയ്ത് അവര് വഴിവിട്ടു പോയപ്പോഴും ആ ദൈവം അവരെ തേടി വന്നതുപോലെ ഇന്ന് രാവിലെ കർത്താവ് നിങ്ങളെ തേടി വരുവാ. കർത്താവ് നിങ്ങളുടെ അടുത്തേക്ക് വരുവാ. നിങ്ങളെ സ്നേഹിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കാവോ? കർത്താവെ എന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് വരണമേ, എന്റെ ജീവിതത്തിലേക്ക് ഒന്ന് വരണമെന്ന് പറയാവോ? യേശു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ കുടുംബത്തെ ഒരു സ്വർഗമാക്കി മാറ്റാൻ. കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചത് ഞാൻ വീണ്ടും പറയട്ടെ, യേശു ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ ഭൂമിയിലെ കുടുംബത്തെ സ്വർഗമാക്കാൻ വേണ്ടിയാണ്. സ്വർഗത്തെ നമ്മുടെ കുടുംബമാക്കി മാറ്റി തരേണ്ടതിന് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവ് പറഞ്ഞു, കർത്താവെ എനിക്ക് സ്വർഗം മാത്രം പോരാ, എന്റെ ജീവിതം, ഈ ഭൂമിയിലെ ജീവിതം അനുഗ്രഹിക്കപ്പെടണം, എന്റെ ഈ ഭൂമിയിലെ ജീവിതം സമാധാനമുള്ളതായി തീരണം. അത് കർത്താവിന്റെ ആഗ്രഹം അങ്ങനെ തന്നെയാണ്. കർത്താവ് നമ്മളെ എല്ലാം ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തി സ്വർഗത്തിൽ കൊണ്ടുപോയി നന്നാക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. അവിടെ നമുക്ക് സമാധാനം തന്ന് അവിടെ ജീവിപ്പിക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് സമാധാനം തരാൻ, ഈ ഭൂമിയിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊക്കെ ദൈവത്തിൽ അടയ്ക്കാം. നമുക്ക് കർത്താവോട് പറയാം, കർത്താവെ എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണേ, എന്റെ കുടുംബം ഒന്ന് അനുഗ്രഹിക്കപ്പെടാൻ എന്നെ ഒന്ന് മാറ്റണമേ, എനിക്ക് ഒന്ന് മാറാൻ എന്റെ കർത്താവ് സഹായിക്കണമേ. നമുക്ക് കർത്താവോട് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ നല്ല രാവിലെ സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ ആ പ്രഥമ കുടുംബത്തിൽ, ഒന്നാമത്തെ കുടുംബത്തിൽ കർത്താവെ അങ്ങ് ഇടപെട്ട് അവരെ കർത്താവെ അനുഗ്രഹിച്ചതുപോലെ കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിലേക്കും ദൈവ സാന്നിധ്യം ഉണ്ടാകട്ടെ. എപ്പോഴെങ്കിലും ഒക്കെ ഞങ്ങൾ കർത്താവിനെ വിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അങ്ങിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങളെ കർത്താവിലേക്ക് അടുത്തു വരുക. കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതായി തീരണം. ഞങ്ങൾ മുഖാന്തരം ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം. ഞങ്ങൾ മുഖാന്തരം ഞങ്ങളുടെ സമൂഹം അനുഗ്രഹിക്കപ്പെടണം. ഞങ്ങളുടെ നാട് അനുഗ്രഹിക്കപ്പെടണം. പ്രിയമുള്ളവരെ, കർത്താവെ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആ ആദാം ഹവ്വ ദമ്പതികൾ മുഖേന ഭൂമി ശപിക്കപ്പെട്ടു. ഞങ്ങൾ മുഖേന കർത്താവെ ഞങ്ങളുടെ ഭൂമി ശപിക്കപ്പെടരുത്. ഞങ്ങൾ മുഖേന കർത്താവെ ഞങ്ങളുടെ സമൂഹം അനുഗ്രഹിക്കപ്പെടാതിരിക്കരുത്. ഞങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ മാനസാന്തരപ്പെടുന്നു. ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാക്കി തീർക്കാൻ അങ്ങക്ക് താല്പര്യമുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളത് കേട്ടല്ലോ കർത്താവ്. അതുകൊണ്ട് ഞങ്ങൾ കർത്താവുള്ള ഒരു നല്ല കുടുംബജീവിതം നയിക്കാൻ, ഞങ്ങളുടെ കുടുംബം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആദാം ഹവ്വ ദമ്പതികൾ ദൈവത്തെ വിട്ട് മാറിയപ്പോൾ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതുപോലെ ഞങ്ങൾ ഒരിക്കലും ദൈവത്തെ വിട്ട് മാറിപ്പോകാതെ ഒരു മനസ്സോടെ കർത്താവിന്റെ കൂടെ നിൽക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
യേശു കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കർത്താവെ ഞങ്ങൾ ഗോസ്പൽ TV UP ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാജു പാസ്റ്റർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിക്കണം, അതൊരു അനുഗ്രഹമായി തീരണം. ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടണം. ഈ കേൾക്കുന്ന കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടണം. അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ കുടുംബത്തെയും സ്വർഗമാക്കി മാറ്റട്ടെ, അനുഗ്രഹിക്കപ്പെട്ടതാക്കി മാറ്റാൻ കർത്താവിന് കഴിയും. കർത്താവ് അങ്ങനെ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആദാമിന്റെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് നല്ലൊരു ആലോചന കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവം പാസ്റ്ററെ സഹായിക്കട്ടെ. ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരും നന്ദി അറിയിക്കുന്നു. പാസ്റ്ററോട് നന്ദി അറിയിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും വെള്ളിയാഴ്ച പാസ്റ്ററുടെ ബൈബിൾ ക്ലാസ് ഉണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെയും അതിലേക്ക് ക്ഷണിക്കുന്നു. ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ. പാസ്റ്ററെ വളരെയധികം നന്ദി. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു.